अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल्हुदा व दीनिल हक़् लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअदु फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन ज़लाला। अऊज़ु बिल्लाहि मिनश शैत्वानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अंतुम मुस्लिमून। बिस्मिल्लाहिर रहमानिर रहीम। व इन्नक लअला ख़ुलुक़िन अज़ीम। ബഹുമാന്യ പണ്ഡിതരെ, ബഹുമാന്യരായ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും MGM-ൻ്റെയും സമുന്നതരായ സാരഥികളെ, പ്രിയം നിറഞ്ഞ എൻ്റെ കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് തേടുകയാണ്. ആമീൻ. അനുഗ്രഹീതമായ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ട് പോകുന്ന നന്മകളെക്കുറിച്ച് ഒരല്പസമയം ആലോചിക്കുക എന്നതാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. വീട്ടിലെ അല്പം ഒരു തിരക്ക് കാരണം ഇവിടെ ഒരു 2-3 മാസത്തെ ഇടവേള എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നുമില്ല, സന്തോഷമാണ്. ഇതുവരെ നിങ്ങൾ പ്രസംഗത്തിലും കാസറ്റിലൊക്കെ കേട്ടുകയാണ് 3 പെൺകുട്ടികൾ എന്നായി. ഇനി അത് 4 എന്നാക്കി മാറ്റണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാ, 4ാമത്തെ ഒരു കുഞ്ഞു കൂടി പറഞ്ഞിട്ടുണ്ട്. സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ, ചീത്ത ലക്ഷണങ്ങളെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും സ്വാഭാവികമായി മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കയറ്റിറക്കങ്ങളുണ്ടാകും. നമുക്കൊക്കെ തന്നെ തിരിച്ചു വരാൻ ഒരു അത്താണിയുണ്ട്, അതാണ് ഖുർആനും ഹദീസ്. അത് നമ്മൾ ദൈനംദിനമായി അതുമായി ഇടപഴകുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന 3 സമയം ഉണ്ട്. അതിനപ്പുറം എന്തെങ്കിലും ഒരു ഇടവേള, ഇടത്തട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് കുറിക്കുക എന്നൊക്കെ ഒരു സ്വഭാവങ്ങളുണ്ട്. അതോടൊപ്പം അറിവ് കൂടി അങ്ങനെ ആകണം. അറിവാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ വളർത്തുന്നത്, മറ്റത് തളർത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഉത്കൃഷ്ട ഗുണങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഭാഗം
അത് നമ്മൾ സാധാരണ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവയൊക്കെ നമുക്ക് പൊതുവിൽ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ അതിനപ്പുറം അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ കുറേ ഗുണഗണങ്ങൾ അത് നാളത്തേക്ക് വേണ്ടി ഉപകാരപ്പെടുന്നതാണ്. ഒരു സന്തോഷകരമായ ജീവിതം നമ്മളൊക്കെ സ്വപ്നം കാണുന്നതാണ്. ഒരു കോടതിയിലൊരു കേസ് വന്നു. കോടതിയിലെ കേസിലെ 2 പേരും എഴുതിക്കൊടുത്ത പരാതികൾ വായിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ജഡ്ജിക്ക് ബോധ്യമായത് ഭാര്യ കോടീശ്വരിയാണ്, ഭർത്താവ് കോടീശ്വരനുമാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഇഷ്യൂകളെക്കുറിച്ച് വക്കീലുമാർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവരോട് സാക്ഷിത്വത്തിൽ തന്നെ ചോദിച്ചു, നിങ്ങൾ 2 പേരും കോടീശ്വരന്മാരും കോടീശ്വരി, നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത് എന്ന്. അവിടെയാണ് ആ ചോദ്യം ഒരു മുഅ്മിനിൻ്റെ അടുത്ത ഹൃദയത്തിലേക്ക് കടക്കുന്നത്. രക്തം പമ്പ് ചെയ്യാൻ ഒരു ഹൃദയമുണ്ട് നമുക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് നമുക്ക് കിട്ടേണ്ടത്, എന്താണ് ഇനി കിട്ടാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അതെവിടെ നിന്നാണ് കിട്ടുക, അതെവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക, അത് കിട്ടിയാൽ അതെങ്ങനെയാണ് കൊണ്ടു നടക്കുക, അങ്ങനെ ഒരു പറഞ്ഞു തീർക്കാനാകാത്ത ഒരു ലക്ഷണം മനുഷ്യനുണ്ട്. അതാണ് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹം, സൗഭാഗ്യം എന്ന് പറയുന്നത്. വിശ്വാസം ഒരു ഘടകമാണ് എന്തിൻ്റെയും. അതാണ് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം. അത് ഏതേത് തരത്തിലുള്ള നുരുമ്പലുകൾ വന്നാലും നമ്മളുടേത് നുരുമ്പിപ്പോകാൻ പാടില്ല. വിശ്വാസത്തെക്കുറിച്ച് സെക്യൂറായി ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ബോർഡ് യാത്രമധ്യേ ബസ്സിൽ നിന്ന് കണ്ടു. അതിൽ കുട്ടി പറയുന്നത് എൻ്റെ അച്ഛൻ സെക്യൂറാണ് എന്നാണ്. എന്താണ് ഈ അച്ഛൻ സെക്യൂറാണ് എന്ന് പറയുന്നത്? എന്തോ കുറച്ച് പൈസ എവിടെയോ അടച്ചിട്ടുണ്ട്, അതാണിപ്പോൾ ആ കുട്ടിയാണ് സെക്യൂറാണ് എന്ന് അവിടെ പറയുന്നത്. പക്ഷേ ഇവർ 2 പേരും ഭൗതിക തലത്തിൽ സെക്യൂർ അല്ല, എന്നിട്ടല്ലേ പാരത്രികത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ചില വാക്കുകളും വാചകങ്ങളുമൊക്കെ നമ്മളുടെ ഹൃദയം കടന്നങ്ങ് കടന്നു ചെല്ലാത്തത് കൊണ്ട് ഉള്ളതു മതി, അത് തന്നെ വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നുകയാണ്. ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും നമുക്കുണ്ടാകേണ്ടുന്ന ഗുണം അത് വിശ്വാസം കൊണ്ടുള്ള ഗുണം തന്നെയാണ്. നമ്മളുടെ ഗ്രാമത്തിലെ, നമ്മളുടെ ചുറ്റുപാടിലെ ഏറ്റവും വിശ്വാസമുള്ള മനുഷ്യർ അത് നമ്മളാകണം. അപ്പുറത്തില്ലേ ഇപ്പുറത്തില്ലേ, മറ്റവൻ വിശ്വസിക്കുന്നില്ലേ ഇവർ വിശ്വസിക്കുന്നില്ലേ, എൻ്റെ കുടുംബത്തിൽ വിശ്വാസമുള്ളവരുണ്ട് എന്നല്ല, നമ്മളതിൻ്റേതാകണം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബാ. ആരെങ്കിലും നന്മ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ആരെങ്കിലും പ്രവർത്തിച്ചാൽ, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസമുള്ളവനാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബാ, അവന് നല്ല അനുഗ്രഹമായ ഒരു ജീവിതം ഞാൻ അവന് കൊടുക്കുന്നതാണ്. അള്ളാഹു പറയാണ്. അപ്പോൾ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കാൻ ഒരു വിശ്വാസിക്ക് അനിവാര്യമായത് വിശ്വാസം തന്നെയാണ്. വിശ്വാസം തന്നെയാണ്. വിശ്വാസമില്ലാത്ത ഒരു ഹൃദയവും അതേപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരവും ഉണ്ടായിട്ട് ഒരു കാര്യം അതുകൊണ്ടില്ല. എന്നാൽ ശരീരം ക്ഷയിച്ചു പോയിട്ട് വിശ്വാസമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയം കൊണ്ടും ആ തലച്ചോറ് കൊണ്ടും ഒരുപാട് ആളുകൾക്ക് ഉപകാരങ്ങൾ പറഞ്ഞു കൊടുക്കാനാകും. നമ്മൾ നേർക്ക് നേരെ കാണുന്നതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ വിശ്വാസി ആരാകണം? അവൻ വിശ്വാസത്തെ അങ്ങേയറ്റം എന്തിനാണ് എനിക്കെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യം, ഞാൻ നല്ലത് ചെയ്താൽ പോരെ? അങ്ങനെയല്ല, നല്ലത് ചെയ്യുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പം എന്ത് ചെയ്യും? കുറച്ചൊക്കെ നല്ലത് ചെയ്യും. കുറച്ചൊക്കെ നല്ലത് ചെയ്തിട്ട് ഇനി പറയും, ചെറുത്താൻ പറയും, ഇനി കുറച്ചൊക്കെ ഏതായാലും നല്ല ചെയ്തില്ല, 2-3 കൊല്ലമൊക്കെ, ഒരു 4-5 കൊല്ലമൊക്കെ തിന്മയും ചെയ്യാം എന്ന് തോന്നും. മറിച്ച് അവിടെയല്ല, നമ്മൾ കാണുന്നത് അതിന് പ്രതിഫലം കിട്ടുന്ന, തരുന്ന ഒരു അള്ളാഹുവിനെയും കിട്ടുന്ന ഒരു ലോകത്തെയുമാണ്. അപ്പോൾ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചും അത് നഷ്ടപ്പെടുത്താതെ, അത് ഫ്രീസറിൽ വെച്ച് അതിന് കറണ്ട് പോകാതെ, അത് വൃത്തികെട്ടിടത്തേക്ക് കൊണ്ടുവെക്കാതെ, അത് മനസ്സിൽ നിന്ന് വിട്ടേച്ചു പോയ ഒരു സെക്കൻഡില്ലാതെ, ഒരു മിനിറ്റില്ലാതെ, ഒരു മണിക്കൂറില്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുക. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതെന്നെ കൊണ്ട് എങ്ങനെയാണതാവുക?
അതിനെന്താണ്? അള്ളാഹുവിനെ കുറിച്ച് വീണ്ടും 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 പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, റസൂലേ, പരമകാരുണ്യകനായ ഒരു അള്ളാനെ ഞങ്ങൾക്കറിയില്ല. അള്ളാനെ ഞങ്ങൾക്കറിയാം, പക്ഷെ പരമകാരുണ്യകനായ ഒരു അള്ളാനെ ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് അത് എഴുതാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ആ അള്ളാനെക്കുറിച്ച് അല്ല റസൂലുള്ളാഹി സ്വല്ലം പിന്നെ പഠിപ്പിച്ചു കൊടുക്കണേ, കാരുണ്യകനായ അള്ളാഹുവിനെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരുണ മനസ്സിലാകാതിരിക്കുമ്പോൾ വിശ്വാസ വ്യതിയാനങ്ങളും വിശ്വാസ വൈകല്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് തുടർച്ചയായി അള്ളാഹനെക്കുറിച്ച് പഠിക്കാൻ എന്താണ് മാനദണ്ഡം, എന്താണ് അതിനുള്ള മാർഗമെന്ന് ചോദിച്ചാൽ ഖുർആൻ ആശയപരമായി വായിക്കുക, അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാത്തിടത്തോളം കാലം ആ ഖുർആനിനോട് നീതി പുലർത്താൻ നമുക്കാകില്ല. നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിനനുഭൂതിയുണ്ട്, അതിന് കൂലിയുമുണ്ട്. പക്ഷേ അതിലെന്താണ് പറഞ്ഞത് എന്ന് വാക്കുവാക്കായി അതിൻ്റെ ആശയത്തെയും അതിൻ്റെ ഉള്ളടക്കത്തെയും മനസ്സിലാക്കാതെ ഞാൻ ഓതിപ്പോയാൽ കൂലിയുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ നീതി, ന്യായം, സമാധാനം, അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസം, അതൊക്കെ നമുക്ക് കിട്ടാൻ അത് നമ്മൾ തുടർന്നുകൊണ്ട് അതിനെ തുടർന്ന് നമ്മൾ പോകേണ്ടതുണ്ട്. എന്താണ് വേണ്ടത്? ഹിദായത്തിനെ പിന്തുടരുക. അവിടെയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു തന്നെ പറയുന്നു ഹിദായത്തുമുണ്ട് ലലാലത്തുമുണ്ട്, രണ്ടും അല്ലേ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വഴിയെ സഞ്ചരിച്ചിട്ട് അത് ഹിദായത്താണ് അത് ലലാലത്താണ് എന്ന് മനസ്സിലാക്കേണ്ടെന്ന് ആവശ്യം പോലുള്ള, അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ നിന്ന് വന്നെത്തി എന്ത്? സന്മാർഗദർശനം. നമ്മൾ നോക്കൂ നിങ്ങൾ, ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, അയാൾക്ക് കിട്ടുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ ഒരു തിന്മ ചെയ്യാൻ വിചാരിക്കുമ്പോഴാണ് തിന്മയായ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുക. നമ്മൾ ആഗ്രഹം എന്താണ്? എനിക്ക് നന്മ ചെയ്യണം, എനിക്ക് നന്മ ചെയ്യണം എന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നന്മയുടെ സന്ദേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക, നന്മയുടെ ആശയങ്ങളാണ് അയാൾക്ക് കിട്ടുക, നന്മയുടെ ആശയങ്ങളാണ് അയാൾ ചുറ്റുപാടുകളിൽ നിന്ന് അയാൾക്ക് കിട്ടാനുള്ള എല്ലാ തൗഫീക്കും അവിടെ ഉണ്ടാകും. വായിക്കാൻ കിട്ടുന്ന പുസ്തകം അങ്ങനത്തതായിരിക്കും, അങ്ങനത്തെ സുഹൃത്തുക്കളായിരിക്കും നമുക്ക് കിട്ടുക, അങ്ങനെയുള്ള കൂട്ടങ്ങളായിരിക്കും, ജമാഅത്തുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്താ കാരണം? അള്ളാഹു പറയാണ്, ആരെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ഹിദായത്തിനെ നിങ്ങൾ പിൻപറ്റിയാൽ ഫലാ യളല്ലു, അവൻ വഴിതെറ്റുകയില്ല, വലാ യശ്ഖാ, അവൻ ദൗർഭാഗ്യവാനാവുകയും ഇല്ല. എന്താണ് ദൗർഭാഗ്യം, എന്താണ് സൗഭാഗ്യം? ഹിദായത്ത് കിട്ടുക എന്നതാണ് ദീനിൻ്റെ കാര്യത്തിൽ സൗഭാഗ്യം എന്ന് പറയുന്നത്. ലലാലത്ത് കിട്ടിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൗർഭാഗ്യവാനായി എന്നർത്ഥം. അപ്പം എന്താണ് ലലാലത്ത്, എന്താണ് ഹിദായത്ത്? നല്ലത് ചെയ്യാൻ കിട്ടുന്ന സമയവും കിട്ടുന്ന സാഹചര്യവും അതിന് ആവേശവും കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാണ്. അതിനെ നമ്മൾ ഖുർആനുമായി ഹദീസുമായി തട്ടിച്ചു നോക്കുക. ലലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നന്മ ചെയ്യാൻ നമുക്ക് തോന്നൂല, അഥവാ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിന്മ ചെയ്യാൻ തോന്നുകയും ചെയ്യും. ആർക്കാണ് അള്ളാഹ് ഹിദായത്ത് വീണ്ടും വീണ്ടും പുതുക്കി തരിക? നല്ലത് ചെയ്യണവർക്ക്. അപ്പോൾ നമ്മളെ ഹിദായത്ത് വീണ്ടും പുതുക്കി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? നല്ലത് ചെയ്യാൻ വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരുക. അപ്പോൾ എന്തു ചെയ്യും? അള്ളാഹു നമ്മളുടെ ഹിദായത്തിനെ ഇങ്ങനെ പുതുക്കി തരും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കണ ഒരാൾക്ക് ഹിദായത്ത് അള്ളാഹ് കൊടുത്തിട്ട് പുതുക്കി കൊടുത്തിട്ട് എന്താ ഒരു ഉപകാരമുള്ളത്? ഓടാത്ത വണ്ടിൻ്റെ കടലാസ് ഇങ്ങനെ പുതുക്കി വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കുക എന്നല്ലാതെ, അതുകൊണ്ട് എന്തിനാണ്? ഒരു സ്കൂളിൽ അപ്രൂവൽ കൊടുക്കുന്നു, പിറ്റേ മാസം തന്നെ അയാൾ PSCT പോണു. അങ്ങനത്തെ സ്കൂളുകാരോട് പറയൽ, നിങ്ങൾ ദയവ് ചെയ്ത് അപ്രൂവലിന് തരില്ല, നിങ്ങൾ ഇവിടെ വെച്ചാൽ PSCT പോയിക്കോളി. കാരണം എന്ന് വെച്ചാൽ ആക്കുക. ഇതേപോലെ നമ്മൾ ഹിദായത്ത് തന്നത് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം തോന്നുന്നു, നമ്മൾ കൂടുതൽ നല്ലത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ദീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ എന്നാണ്. ഷിർറ് ചെയ്യുക, ഉപദ്രവിക്കുക,
അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുക എന്നതൊന്നുമല്ല, വെറുപ്പിക്കുക എന്നൊന്നുമല്ല, സന്തോഷം നൽകുക എന്നത് തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പറയാം, ലാ യളില്ലു ഫിദ്ദുനിയ, അള്ളാഹു തന്ന ഹിദായത്തിനെ പിന്തുടർന്നാൽ വലാ യളില്ലു വലാ യസ്ക എന്ന് ഖുർആൻ പറഞ്ഞതിനെ മുഫസ്സിറുകൾ പറയാണ്, ലാ യളില്ലു ഫിദ്ദുനിയ, അവൻ ദുനിയാവിൽ വഴിതെറ്റുകയില്ല, ലാ യസ്ക ഫിൽ ആഖിറ, പരലോകത്ത് അവൻ ദൗർഭാഗ്യവാനാവുകയുമില്ല. അപ്പോൾ നമ്മൾ ഈ ആയത്ത് പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നും വഴിതെറ്റുകയുമില്ല, ദൗർഭാഗ്യം വരൂല എന്ന് പറഞ്ഞു, എന്നിട്ട് അവസാന കാലത്തിൻ്റെ കാല് മുറിഞ്ഞല്ലോ. അപ്പോൾ ലാ യസ്ക എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യമുണ്ടാവുകയില്ല എന്ന് അവനെ സംബന്ധിച്ച് പറയുന്നത് പരലോകത്ത് അവന് യാതൊരു തരത്തിലുള്ള ന്യൂനതകളും ഉണ്ടാവുകയില്ല എന്നാണ്. ഇവിടെ വെച്ച് നമുക്ക് ശാരീരികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ മാനസികമോ ഒക്കെ ആയ ദുർബലതകളും പ്രയാസങ്ങളും ഒക്കെ വരും. അത് ദീനിൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം എന്നേ നമ്മൾ കണക്കാക്കാൻ പാടുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തേത്, നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ, നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യത്തിൻ്റെ, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗുണത്തിൻ്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ കലാം. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ. ആ ഖുർആനിൽ ഇപ്പം നമ്മളാരും അകന്നിട്ടൊന്നുമില്ല, എന്നാലും റമളാനിലുള്ള അത്ര ഒരു ടച്ച് ഖുർആനുമായി ഇല്ല. യഥാർത്ഥത്തിൽ റമളാൻ എന്തായിരുന്നു? റമളാൻ 11 മാസത്തെ പരിശീലന കളരിയാണ് എന്നർത്ഥം. അത് കഴിഞ്ഞപ്പോൾ അത്ര അങ്ങോട്ട് ഓതാൻ നമുക്കെന്തോന്നറിയില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? റമളാൻ അള്ളാഹ് നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. റമളാൻ അള്ളാഹ് നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതേപോലെ പോകാൻ നമുക്ക് കഴിയുമായിരുന്നു. അതേപോലെ നമുക്ക് പോകാൻ കഴിയണില്ല. ജമായത്ത് 2 എണ്ണം ഇപ്പോൾ വിട്ടു തുടങ്ങി, ഇനിയിപ്പോൾ പിന്നെ ഇശയും കൂടിയും വിടാൻ പോകണം. അങ്ങനെ ഓരോന്നും ഇങ്ങനെ വിട്ട് വരുമ്പോൾ റമളാനിൻ്റെ ഒരു സ്വീകാര്യത അള്ളാഹു അത്ര സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് തന്നെ സ്വയം അനുമാനിക്കാവുന്നതാണ്. കാരണം 11 മാസത്തേക്കുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയായിരുന്നു റമളാൻ. അത് നമുക്ക് 3 മാസം കഴിയുമ്പോൾ തന്നെ വാറണ്ടി കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടിയും കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു 3 നോമ്പ് അള്ളാഹ് സ്വീകരിച്ചു എന്ന് കണക്കൂട്ടിയാൽ മതി എന്നർത്ഥം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ 29 സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ആയത്ത് ഞാനും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓതുകയാണ്. അതായത് ആർക്കെങ്കിലും മനസ്സ് ഇടുക്കമുള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ഖുർആനിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. ഖുർആൻ പറയുന്നത് ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് അകന്നു പോയാൽ അവന് ഞാൻ ഇടുക്കമുള്ള ജീവിതം കൊടുക്കും എന്നാണ്. ഇടുക്കമുള്ള ജീവിതം കൊടുക്കും എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സ് രാവിലെ ചായ ഉണ്ട്, ഉച്ചക്ക് ചോറുണ്ട്, പുരക്ക് കുഴപ്പമൊട്ടും മാകപ്പാടെ ടെൻഷനാകുന്നുവെങ്കിൽ അതിൽ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മളെന്താ അപ്പോൾ വിചാരിക്കാറ്? അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങും. ഒരു വീട് പണിതു, ആ വീട് പണിത് കഴിഞ്ഞ് ആ വീട്ട് 3-4 കൊല്ലമായിരിക്കാം, ചിലപ്പോൾ 5 കൊല്ലമായിരിക്കാം വീട് പണി കഴിഞ്ഞ് അതിലേക്ക് താമസമൊന്നും ആക്കിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് മനസ്സിന് എന്തൊക്കെയോ വിഷമങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് പറയാണ്, നിങ്ങളെ ആ പുര ഉണ്ടല്ലോ, ആ പുര ഉണ്ടാക്കിയതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ താഴോട്ട് വരുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അത് പൊളിച്ച് കളിയാണ് നല്ലത് അല്ലേ? UN-ൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായി, ഭൂകമ്പത്തിൽ തകരുന്നതിനേക്കാൾ കൂടുതൽ വീട് തകരുന്നത് അന്ധവിശ്വാസത്തെ കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഒരു ഭൂമി ഉൽക്കൊണ്ടാവുമ്പോൾ കുറേ പുര പൊളിഞ്ഞു, അതിലേറെ പുര പൊളിയുന്നത് അന്ധവിശ്വാസം കൊണ്ട് പൊളിച്ച് കളയുന്ന പുരകളാണ്. അപ്പോൾ എന്താണ് പുരൻ്റെ കേടുകൊണ്ടല്ലല്ലോ ഈ പൊളിക്കണത്? പുര അവിടെയെങ്കിലും വെള്ളം ചോരാൻ തുടങ്ങിയിട്ടാ? അല്ല, പൈസക്ക് ചോർച്ച വരുമ്പോൾ, കച്ചവടത്തിന് ചോർച്ച വരുമ്പോൾ, രോഗം വരുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, അവനവൻ്റെ ഉള്ള സമ്പത്തും കൂടെ നശിപ്പിച്ച് കളയാൻ മനുഷ്യന് തോന്നുന്നു. എന്താ കാരണം? നമ്മൾ ഒരു മുഅ്മിൻ ഇത്രയേ മനസ്സിലാക്കേണ്ടുള്ളൂ, ഞാൻ അള്ളാഹുവായിട്ട് കുറച്ചകന്നിട്ടുണ്ട്, അത് അടുപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടതെന്ന് സ്ഥിരമായി അവൻ ആലോചിക്കാവുന്ന ദൈനംദിന ജീവിതത്തിലെ കർമ്മങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കുക. എന്താണത്? ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, സ്വതക്കകൾ. റമളാനിൽ
വന്നു പോയ ആളുകളുടെ ഒരു പകുതി ഇപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നുണ്ട്. ഒരു പകുതിയൊക്കെ അല്ലേ? നമ്മളിനി അവരോട് പറഞ്ഞിരിക്കണം ഇൻഷാ അല്ലാഹ് അടുത്ത റമളാനിന് വരീന, ഒരത് വരെ ഉണ്ടാവുമെന്ന് അല്ലാഹു ആലം അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ളത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അള്ളാഹുവിൽ നിന്ന് അകലാതിരിക്കുന്നാൽ മാത്രം പോരാ, എന്നും അടുക്കാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. 5ാമത്തെ ഗുണം, നമുക്ക് മാനസികമായ ഐശ്വര്യം എപ്പോഴും ഉണ്ടാകണം. അതാണ് മാനസികമായ ഐശ്വര്യം. അതിനെന്തു വേണം? വിശാലമായ ഒരു മനസ്സിൽ അനുഗ്രഹത്തിനുള്ള സ്പേസ് ചെറുതാകാനേ പാടുള്ളൂ. ഏതുപോലെ? ഇപ്പം നമ്മൾ നോക്കൂ, നമ്മൾ ഇവിടെ വന്നു, ഒരു കസേര കിട്ടി, അത് നമ്മളുടെ സീറ്റായി. നമ്മുടെ വീട്ടിൽ ചെന്ന ആരെങ്കിലും കസേരയിൽ മാസികെട്ട് ഉത്തർക്കലുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ കസേര നമ്മളുടേതാണ്. എന്നാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് ബുക്ക് ചെയ്യും. ഒരു ട്രെയിനിൽ നമ്മൾ കയറിയാൽ നമ്മുടെ സീറ്റ് നമ്മൾ റിസർവ് ചെയ്യും അല്ലേ? ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ തരത്തിലാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് ആരെങ്കിലും സ്ലീപ്പർ ബുക്ക് ചെയ്യലുണ്ടോ? ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ഇരിക്കാനുള്ളൊരു സീറ്റാണ്. ചിലപ്പോൾ 15 രൂപ കൊടുത്ത എക്സിക്യൂട്ടീവ് ട്രെയിനിലൊരു സീറ്റ് കിട്ടും, അതിലും ആരും സ്ലീപ്പർ തരയാറില്ല. കാരണം നമ്മൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നതാണ്. ആ സാഹചര്യം മനസ്സിലാക്കുന്നത് പോലെ ഈ ദുനിയാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പള്ളിയിലിരിക്കുക, പള്ളിയിൽ നമുക്ക് എത്രയേ വേണ്ടതുള്ളൂ? ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം അല്ലേ? നമ്മൾ വെള്ളിയാഴ്ച പോയിരിക്കുന്നു, വെള്ളിയാഴ്ച പോയിരുന്ന് എല്ലാവരും പള്ളിയൊക്കെ ഫില്ലായിട്ടും ഇഖാമത്ത് കൊടുത്ത് അള്ള പറഞ്ഞതുപോലെ അങ്ങോട്ട് നിന്നാൽ പിന്നെയും കാണൊരു 100 ആൾക്ക് സ്ഥലം പള്ളീൻ്റെ ഉള്ളിൽ. എന്താണ് ഇന്ന് മനസ്സിലായത് അറിയോ? ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും അള്ള പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ ഇനിയും കുറേ സ്ഥലം ഇവിടെ ബാക്കിയാണ് ഈ ദുനിയാവിൽ. പക്ഷേ നമ്മുടെയൊക്കെ ആർത്തി കാരണം, ആർത്തി മൂത്തത് കൊണ്ട്, നമ്മളുടെയൊക്കെ എന്തൊക്കെയോ വലിയ കണക്ക് കൂട്ടലുകളെ കൊണ്ട് ഇപ്പോഴും നമുക്കൊക്കെ തികയാതെ വരികയാണ്. അതുകൊണ്ട് എന്തു വേണം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഗിനാ അൻ കസറത്തിൽ മാൽ, സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല അനുഗ്രഹം എന്നത്, വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഐശ്വര്യം, മനസ്സുകൊണ്ടുള്ള ഐശ്വര്യം. ഇപ്പോൾ ഒരു ആശുപത്രി കിടക്കുകയാണ്, ആശുപത്രിക്ക് ശ്വാസം തിങ്ങിയിട്ടാണ് നമ്മൾ പോയത്. ശ്വാസം തിങ്ങി നമ്മൾ ചെന്ന് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഡോക്ടർ വന്ന് പരിശോധിക്കുക, എങ്ങനെയുണ്ട്? സുഖമാണ്, ഒക്കെ സുഖയിക്കണ്. ഈ പറയിൽ എന്തുണ്ട്? ഒക്കെ സുഖമായിട്ടൊന്നുമല്ല പറയണേ. അവിടെ ഒരു ദിവസം കൂടി കിടന്നാൽ 1500 രൂപ പിന്നെയും ബില്ല് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അസുഖം കൂടി കൂടുന്നല്ലാതെ, അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച ഭക്ഷണമൊന്നും കിട്ടണില്ല. അപ്പോൾ നമ്മൾ തന്നെ രോഗിയാണ് എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വന്ന നമ്മൾ തന്നെ ഡോക്ടറോട് പറയാണ്, ഒക്കെ സുഖമായിക്കണം, എനിക്ക് എൻ്റെ പുരയ്ക്ക് പോയി കിട്ടിയാൽ മതി. എന്താണ് ആ തിരിച്ചറിവ്? അപ്പോൾ ഭൂമുഖത്ത് ഒരാൾ ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. ഇനി എന്താ? ഇനി തറവാട്ടിക്ക് പോയാൽ മതി. അതേതാണ് ആ തറവാട്? അതാണ് നമ്മൾ ഇറങ്ങി വന്ന തറവാട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇറങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെന്ത് ഐശ്വര്യമായിട്ട് തോന്നുകയാണ്. മറിച്ച് അത് തോന്നാതെ മനസ്സുകൊണ്ട് നമ്മൾ കിട്ടുന്ന പണമൊക്കെ ഈ കീശിക്ക് നിറച്ച് ബാക്കിയുള്ള ബാങ്ക് അക്കൗണ്ടിക്ക് നിറച്ച് എല്ലായിടത്തും നിറച്ചിട്ട് ഇതിക്ക് നിറക്കാൻ 1 ഉറുപ്യ പോലും ഇല്ലെങ്കിൽ ഇത് നിറയില്ല. ഈ നിറഞ്ഞതൊന്നും നിറവായിട്ടത് തോന്നില്ല. ഒരു 10-20 കൊല്ലം മുമ്പ് ബ്രസീലിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അവർ സാമ്പത്തിക വില കുറഞ്ഞപ്പോൾ, അവരുടെ കറൻസിക്ക് വില കുറഞ്ഞപ്പോൾ എല്ലാ പീടികകളിലും അലങ്കാരത്തിന് തൂക്കിയിട്ടിരുന്നത് അവരുടെ കറൻസി ആയിരുന്നു പോലും. എന്നിട്ട് ആ കറൻസി, ആ അലങ്കാരവും അതിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ കറൻസി കൊടുത്തിട്ട് അവർ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന, ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന കടലാസിന് ഇങ്ങനത്തെ കുറേ നോട്ട് കൊടുക്കേണ്ട വിധം സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ തുടക്കാൻ ഉപയോഗിക്കുന്ന കഷ്ണം ഈ നോട്ടായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഏതാണത്? എന്നാൽ മനസ്സിലെ ഐശ്വര്യം കൊണ്ട് കറൻസിക്ക് വില കുറയും. ഇന്ത്യൻ കറൻസിൻ്റെ മൂല്യം ഇടിഞ്ഞോ നമ്മൾ നോക്കണ്ട. നമ്മളെ മനസ്സിൽ ഇന്ത്യയുടെ 1 രൂപക്ക് എത്ര വില ഉണ്ടോ അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം? മനസ്സിനെ നിറക്കാൻ,
നമ്മളെ ശരീരത്തെ, അപ്പം നമ്മളൊക്കെ വീട്ടിലെ ആ ഡ്രസ്സിങ് റൂമിൽ ചെന്നാൽ നമ്മളെ ഈ ശരീരത്തെ നോക്കാൻ വേണ്ടി എത്രങ്ങാനും ടിന്നാണ് അവിടെ. മുഖത്ത് തേക്കാനുള്ള ടിന്ന് വേറെ, അരയെ തേക്കാനുള്ള വേറെ, കൈത്തോക്ക് തേക്കാനുള്ള വേറെ, പിന്നെ പല ഐറ്റങ്ങൾ. ഒരു 1,500 റുപ്യ ഒരു ദിവസം രാവിലെ അല്ലേ. ഒരു സിനിമാ നടന് ഒരു മാസത്തിൽ 30,000 റുപ്യാണ്. അയാൾ 62 വയസ്സ് 30 നിലനിർത്താൻ വേണ്ടി 30,000 റുപ്യ ചിലവാക്കുകയാണ് അല്ലേ. എന്നാൽ നമ്മളെയൊക്കെ മനസ്സ് ശരിയാക്കാൻ വേണ്ടി, ഒന്ന് ആ തഖ്വയിൽ നിലനിർത്താൻ വേണ്ടി എന്ത് പൈസയെ ഞാനും നിങ്ങളും ചിലവാക്കുന്നത്. അവിടെയാണ് സമ്പത്തിൻ്റെ ഐശ്വര്യമല്ല, മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും നല്ല ഐശ്വര്യം എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു കണക്കിലും സാമ്പത്തികമായ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ ധന്യരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്നാൻ ഒരു ഹുബ്സും അതോടൊപ്പം തന്നെ തലവെക്കാൻ ഒരു തലക്കാണിയായ കൈത്തണ്ടയും, നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു മരച്ചുവടം കിട്ടിയാൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞോളൂ എന്നാണ് ബിസിനസ്സുകാരോടും ഉദ്യോഗസ്ഥന്മാരോടും കച്ചവടക്കാരോടും ഒക്കെ പറയാൻ. എങ്ങനെയുണ്ട് ബിസിനസ്? അൽഹംദുലില്ല. ഇത് മൂന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, അതാണ് ഖൈറ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും ഐശ്വര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി പാരത്രികം നേടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഉള്ള അനുഗ്രഹത്തെയും ഉള്ള കാലത്തെയും എന്ത് ചെയ്യാണ്? അത് ഇങ്ങനെ നമ്മൾ ബാല്യത്തിൽ വിചാരിച്ചു ഞാൻ യുവത്വമാകുമ്പോൾ കുറേയൊക്കെ ചെയ്യും. യുവത്വത്തിൽ വിചാരിക്കുകയാണ് ഒരു 40 വയസ്സായിട്ട് പള്ളിക്കൊക്കെ പോലൊക്കെ തുടങ്ങുക. 40ാമത്തെ വയസ്സിൽ വിചാരിക്കുകയാണ് മുടിയൊക്കെ ഒന്നാണ് നിരക്കട്ടെ, എന്നിട്ട് കുറച്ചൊക്കെ ഒന്നാണ് സദക്ക ഈ അജ്ജിനൊക്കെ ഒന്നാണ് പോകുക എന്നൊക്കെ. ഇനി നമ്മളെന്താ വിചാരിക്കണേ? ഇനിയിപ്പോൾ പരലോകത്ത് ചെന്നിട്ട് വല്ലതൊക്കെ നോക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഖുർആൻ പറയാൻ അള്ളാഹുവിൻ്റെ സൗഭാഗ്യമെന്ന്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, എല്ലാ പ്രവാചകന്മാരും ആടിനെ മേക്കാൻ അള്ളാഹു പറഞ്ഞയച്ചിരുന്നു. എന്താണ് അതുകൊണ്ടുള്ളൊരു ഗുണം? അവരുടെ ആ സ്വഭാവത്തിലും സ്വഭാവ ഗുണത്തിലുമുള്ള ആ വിനയവും അതോടൊപ്പം തന്നെ അവയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ആസ്വാദനമുണ്ട്. ആടുകളെയൊക്കെ ഖുർആൻ പറയാ, വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫുഉം വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. കന്നുകാലികളെ നിങ്ങൾക്ക് ഞാൻ നൽകി, നിങ്ങൾക്കതിൽ നിന്ന് തണുപ്പകറ്റാനുള്ളവയും അതോടൊപ്പം തന്നെ ഉപകാരമുള്ള വസ്തുക്കളും അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. 3 ഉപകാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കന്നുകാലിയെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് 3 കാര്യത്തിനാണ്. വീണ്ടും പറഞ്ഞു, വലക്കും ഫീഹാ ജമാലുൻ, കന്നുകാലിയിൽ നിനക്ക് ഒരു ഭംഗിയുണ്ട്. ഹീന തുരീഹൂന വതസ്റഹൂൻ, അതിനെ മേയാൻ വിടുമ്പോഴും അത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും നിനക്ക് അതിൽ ഒരു ഭംഗിയുണ്ട്. എന്താണ് ആ മേയാൻ വിടുമ്പോൾ അതിൽ ഖുർആൻ പറയാ ഭംഗിയുണ്ട്. അത് ഏത് ഭംഗിയാ? ഏത് ഭംഗിയാ? അത് പോകുമ്പോഴുള്ളൊരു ഭംഗി. അപ്പോൾ ഒരു ആസ്വാദനം, ജീവിതത്തിൽ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്, ചില ആളുകൾ പറയാറുണ്ട് എനിക്കൊരു കൃഷിസ്ഥലമുണ്ട്, അതിൽ കുറച്ചൊരു കൃഷി, അതൊരു മനസ്സിനൊരു സന്തോഷമാണ്. എന്നാൽ നമ്മളെന്താ പറയുക? അയാളോട് പറയാറോ, ഇപ്പോഴത്തെ കാലത്തൊക്കെ കൃഷി ചെയ്തിട്ട് എന്ത് നേടാൻ എന്നാ. അപ്പോൾ ഖുർആൻ പറയുന്നത് അറിയോ? നിങ്ങൾ വെറും പൈസ 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 എന്ന് മാത്രം നോക്കുന്നത്. ഖുർആൻ പറയാ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട്, കണ്ണിനൊരു കുളിർമയുണ്ട്. ആ കന്നുകാലികളെ നിങ്ങൾ മേയാൻ വിടുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്ന്. മക്കളുടെ കൺകുളിർമയും ഇങ്ങനെയാ. മക്കൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്കെന്തുണ്ട്? കണ്ണിനൊരു കുളിർമയുണ്ട്. ആ കുളിർമ എന്താണ്? സന്തോഷത്തിൻ്റേതാണ്. ആ സന്തോഷം എങ്ങനെ ഉണ്ടാകുന്നതാണ്? ഈ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ആലോചിച്ചിട്ടാൽ ഒരു വാപ്പാക്കും ഉമ്മാക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി അതും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വരാറുണ്ട് അല്ലേ? കാരണം എന്താണ്? നമ്മളുടെ അത്യുത്സാഹം. ആ അത്യുത്സാഹം ധാർമ്മികമായ തകർച്ചയ്ക്ക് കാരണമായി തീരാറുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട് കോഴിക്കോട്, അദ്ദേഹത്തെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുസ്ലിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് 12ാം ക്ലാസ് വരെ തൊട്ടടുത്ത സ്കൂളിൽ വാപ്പ ബൈക്ക് കൊണ്ടയാക്കിയ കുട്ടി 12ാം ക്ലാസ് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയാക്കുന്ന ദുരന്തം നമ്മൾ ഏതൊക്കെ കുടുംബത്തെയാണ് ബാധിക്കുക എന്നറിയില്ല. 12ാം ക്ലാസ് വരെ വാപ്പ സ്കൂളിൻ്റെ മുമ്പ് കൊണ്ടയാക്കുകയാണ്. കാരണം കുട്ടിക്ക് വണ്ടി തട്ടരുതേ, കുട്ടിനെ വേറെ ആരും കൊണ്ടുപോകരുതെന്നൊക്കെ കരുതി. എന്നിട്ട് പിന്നെ നമ്മളെ കോഴിക്കോട് തന്നെയല്ല, നമ്മളെ കേരളത്തിലല്ല, അന്യ സംസ്ഥാനത്ത് കൊണ്ടയാക്കുമ്പോൾ ആ അകലം വരുമ്പോൾ കുട്ടിക്കെന്തോ ഒന്നും അറിയില്ല, അപകടങ്ങൾ എന്താണെന്നറിയില്ല, എന്താണ് സംസ്കാരം എന്നറിയില്ല, എന്താണ് ദീനെന്നറിയില്ല. അതോടുകൂടി എന്തായി? മൊത്തം വഴിതെറ്റിപ്പോയി. നമ്മൾ പറയുന്നു നമ്മളെ 11 കൊല്ലത്തെ അധ്വാനം വൃഥാവിലായല്ലോ എന്ന്.
അവിടെയല്ല. നമ്മളല്പം ശ്രദ്ധിക്കണം. എന്താണ് വിദ്യാഭ്യാസം, എന്തിനാണ് വിദ്യാഭ്യാസം, എന്താണ് അതിൽ നിന്ന് കിട്ടാനുള്ളത്, മക്കളിൽ നിന്ന് എന്താണ്. എൻജിനീയറും ഡോക്ടറും ആകുമ്പോൾ വാക്ക് കേൾക്കുമ്പോഴുള്ള കുളിർമയാണോ പ്രധാനം? അതല്ല, അവർ ദീനനുസരിച്ച് ജീവിച്ച് നല്ല ഒരു ജോലിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്നും ആത്മീയമായ അനുഭൂതിയും സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കണക്കാക്കാതെ അവരുടെ സാമ്പത്തിക ഐശ്വര്യത്തെ മാത്രം നമ്മൾ കണക്കാക്കുന്നു. ഖുർആൻ പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة. സൂറത്തു അറാഫിലെ 32-ാമത്തെ വചനം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം. എന്താ കാരണം? സൗഭാഗ്യം എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത്, ഉപയോഗിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം. അതായത് നമുക്ക് അള്ളാഹ് തന്ന ഒരു അനുഗ്രഹമുണ്ട്, അള്ളാഹു തന്ന സൗകര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു മുഅ്മിൻ്റെ ഉത്കൃഷ്ടമായ ഗുണത്തിൽപ്പെട്ടതാണ്. നമുക്കതിൽ സ്വന്തം നമുക്ക് പിശുക്ക് കാണിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ, ആ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുപോലും ആലോചിക്കാതെ ആൾക്കാർ നമ്മളെക്കുറിച്ച് ആറു പിശുക്കനാണ്, ഒരു വസ്തുവിനും പറ്റൂല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളെയൊക്കെ കുറിച്ച് പറയാറുണ്ട്. അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെ സ്വയം കാര്യത്തിൽ തന്നെ. പക്ഷേ ഈ സ്വയം കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നത് തഖ്വയുടെ വശമാകണം. അല്ലാതെ പൈസ ചിലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. എന്തേ നമ്മൾ 15 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങാതെ 4 ലക്ഷത്തിൻ്റെ ആക്കി? അതോ 15 ലക്ഷത്തിൻ്റെ കാറിലൊക്കെ പോകുമ്പോൾ അത് പടച്ചോൻ്റെ അടുത്ത് എന്താ ആയിക്കോട്ടെ, അപ്പോൾ 4 കുഴപ്പമില്ല, കൂലിയും കൂടി കിട്ടും. പക്ഷേ അള്ളാഹ് തന്ന നിഅമത്ത് അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്താണ് തടഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്താന്ന് പിടുത്തം കിട്ടണില്ല. ഞാൻ പിശുക്കിയാണ് ജീവിക്കൽ. അതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഘട്ടം. അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹ് കൊടുത്തിട്ടുള്ള ആ സീനത്ത്, അലങ്കാരത്തെ അവൻ എന്തിനാണ് നിങ്ങൾ ഹറാമാക്കുന്നത്? വത്വയ്യിബാത്തി മിനർ റിസ്ഖി, ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതും. ഖുൽ നബിയെ പറയുക, ഹിയ ലില്ലദീന ആമനു, അത് വിശ്വസിച്ചവർക്ക് ഉള്ളതാണ്. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ, ഖാലിസത്തൻ യൗമൽ ഖിയാമ. അപ്പം 2 ആശയാണ് അതിൽ പറയുന്നത്. ഒന്ന്, ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളത് ഉപയോഗിക്കേണ്ടവരുമാണ്. പക്ഷേ ഈ ദുനിയാവിലുള്ളത് എല്ലാവർക്കും കൂടിയാണെന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ് ഖാലിസത്തൻ യൗമൽ ഖിയാമ. ഈ അനുഗ്രഹങ്ങളൊക്കെ വിശ്വാസിക്ക്, പരലോകത്ത് വിശ്വാസിക്ക് മാത്രമാണുള്ളത്, വേറെ ആർക്കും ഇതുണ്ടാവില്ല. അപ്പം നമ്മളിവിടെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ അല്പം മിതത്വം പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ തരിപ്പണമായി പോകും. അപ്പോൾ നമ്മൾ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ചിലവാക്കി പോണ നമ്മൾ ഒരു ഞായറാഴ്ച കണ്ട് കുടുംബസമേതം ടൗണിക്കൊരു ഇറങ്ങൽ അല്ലേ? ചിലപ്പോൾ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കണത് ഒഴിവാക്കിയിട്ട് ലെമൺ ആക്കണ ആൾക്കാരായിരിക്കും നമ്മൾ. അത്രത്തോളം ശ്രദ്ധിച്ച് കുട്ടികൾ പറഞ്ഞു, വാപ്പാ ഒരു പുതിയ പെൻസിൽ വാങ്ങിത്തരും. പറ്റൂല, പുതിയ പെൻസിൽ, പഴയ പെൻസിൽ കൂർപ്പിച്ച് കൊണ്ടുവരണം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ച ഒരു പുറത്തിറങ്ങലുണ്ട് നമുക്ക്. ഞായറാഴ്ച പുറത്തിറങ്ങിയിട്ട് വാപ്പ പറയും, വേണ്ടിയേ തിന്നോളി, എന്താ വേണ്ടത് ചോദിച്ചോളി, ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നൊരു 5000 പൊടിക്കും. അപ്പോൾ ഈ മക്കളും കുടുംബമൊക്കെ ചിന്തിക്കൂ, വാപ്പ ഒരു ദിവസം ഇങ്ങനെ ചിലവാക്കി ബാക്കി 29 ദിവസവും പിശുക്കിയിട്ട് എന്താ കാര്യം? അപ്പം എന്താ വെച്ചാൽ അത് നമ്മളൊരു പോളിസിയൊന്നുമല്ല. നമുക്ക് അങ്ങനെ എന്തോ ഒരു തോന്നൽ, ഒരു ദിവസം യാതൊരു നിയന്ത്രണം വേണ്ട, ഒരു 5000 ഉറുപ്യ കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് ചിലവാക്കിയിട്ട് ഇന്ന് നമ്മൾ പുരയ്ക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. മുഅ്മിൻ അങ്ങനെ ചിന്തിക്കരുത്. ഒരു കല്യാണം നടത്തുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ കല്യാണം എൻ്റെതാകണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ കല്യാണം നടത്തേണ്ടത്. നമുക്ക് നമ്മളിൽ ഒതുങ്ങി പരലോകത്തെത്തുമ്പോൾ ഇത് നമുക്ക് വേണ്ടി മാത്രം, വേറെ ആരും ഇത് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ ഒക്കെ മിതത്വം പാലിച്ച് ഒക്കെ കാര്യങ്ങളിലൊക്കെ ഒരു മിതത്വം പുലർത്തിക്കൊണ്ട് ഞാൻ ജീവിക്കണം എന്ന് സ്വയം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഉത്കൃഷ്ട സ്വഭാവം എന്താ? പിശുക്ക് കാണിക്കുക എന്നതല്ല, അള്ളാഹു തന്ന ഐശ്വര്യത്തെ ഉപയോഗിക്കുക. എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കണം, എനിക്കാകെ ഒരു 50 വയസ്സേ ഉള്ളത് മുഴുവൻ ഞാൻ തന്നെ ഉപയോഗിക്കണം എന്ന് വിചാരിക്കണ്ട.
ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ മുഅ്മിനുമുണ്ട് കാഫിറിനുമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കി വെച്ചത്. അത് ഇവിടം കൊണ്ട് നഷ്ടപ്പെടുത്തേണ്ടെന്നൊരാശയം കൂടി സൂറത്തു അഅറാഫിലെ 32-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അനുഗ്രഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഘടകത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് എന്ന് പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഅദത്തി ഇബ്നി ആദം അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ സഹധർമ്മിണി നിൻ്റെ ഒരു സൗഭാഗ്യമാണ്. വൽ മസ്കനു സ്വാലിഹ, ഒരു നല്ല ഒരു സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹത്തായ വീട്. നോക്കി നിങ്ങൾ രണ്ടും ഒപ്പാ പറയുന്നത്. സ്വാലിഹായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാലിഹായ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങക്ക് പെട്ടെന്ന് ഓടിയത് എന്താ? അതേപോലെ പറയുന്നു വൽ മസ്കനു സ്വാലിഹ്. മസ്കനു സ്വാലിഹ്, നിങ്ങൾക്ക് ഒരു സമാധാനമുള്ള നല്ല ഒരു വീട്. വൽ മർക്കബു സ്വാലിഹ്, ഒരു നല്ല ഒരു വാഹനം. അപ്പോൾ ഇത് മൂന്നും ആദ്യം പറഞ്ഞാൽ നമുക്ക് വേഗം ഓടുന്നതാണ്. കല്യാണം കഴിയുമ്പോഴൊന്നും ചിലപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് സ്വാലിഹത്തായ ഭാര്യ എങ്ങനെയുള്ളവരാളെന്നൊരു നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. അത് നമ്മളെല്ലാം ഒന്ന് തുലനം ചെയ്ത് ഒരു വീട് വേറുള്ളവർക്ക് കാണാം, പുറത്തു കൂടി റോട്ടിൽ കൂടി പോണോന് എന്നും ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള വീടല്ല നമ്മൾ. നമുക്ക് ഒരു നല്ല സുന്ദരമായ വീട്, ഒരു സൗകര്യമുള്ള വീട്, ഒരു അതിഥി വന്നാൽ അയാൾക്ക് കിടക്കാനുള്ളൊരു സൗകര്യം, നമുക്ക് തന്നെ പള്ളിയിൽ നിന്ന് ഫർള് കഴിഞ്ഞാൽ സുന്നത്തിന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വീട്. പിന്നെ വാഹനം എന്ന് പറയുന്നതോ, അതും ഒരു വാഹനം എന്ന് പറയുന്നത് ആ വാഹനത്തിൽ എല്ലാ സാങ്കേതിക വിദ്യ ഉള്ളതിനനുസരിച്ചാണ് വാഹനത്തിൻ്റെ ഇത്. പക്ഷേ അതിലെന്ത് സാങ്കേതിക വിദ്യയല്ല, ഈമാനിൻ്റെ സോഫ്റ്റ്വെയർ, അത് നമ്മളാണത് കയറ്റേണ്ടത് അല്ലേ? പള്ളി കണ്ട നിൽക്കണേ വല്ല സോഫ്റ്റ്വെയറും വരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചല്ലേ. പള്ളിൻ്റെ മുനാരൊക്കെ സെൻസർ ചെയ്തിട്ട് ചിലപ്പോൾ മനസ്സിലാക്കണേ, അതൊന്നും വേറൊരു കമ്പനിയൊന്നും ഇറക്കൂല, അതൊക്കെ നമ്മളെ ഇറക്കാനുള്ളൂ. അപ്പോൾ മർക്കബു സ്വാലേ, അത് വൽ മസ്കനു സ്വാലേ, അതുപോലെ തന്നെ വൽ മർഅത്തു സ്വാലേ, ഇത് മൂന്നും നല്ല അനിവാര്യമായ ഒരു സൗഭാഗ്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു നല്ല ഒരു അയൽക്കാരൻ. അതിന് നമ്മളെന്താ പറയുക മുഅ്മിനീങ്ങൾ? ഗ്രാമത്തിലൊക്കെ നല്ല അയൽവാസ ബന്ധമൊക്കെയാണ്, പട്ടണത്തിൽ അതൊന്നും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയും മദീനയൊക്കെ അങ്ങാടിയും പട്ടണമൊക്കെ ആയിരുന്നു അല്ലേ? ഈ പട്ടണത്തിൽ ഈ അയൽവാസ ബന്ധമൊന്നും പാടില്ല എന്ന് ഏത് ചെറുത്താനെ നമ്മളെ പഠിപ്പിച്ച്? നമ്മൾ പറയണം അതൊക്കെ ഗ്രാമത്തിലേ പറ്റുള്ളൂ. ഇപ്പം പട്ടണത്തിലാവുമ്പോൾ ഇവിടെ ഉള്ള ആണ്ട് മിണ്ടൂല, അവിടെ ഉള്ള ഇങ്ങോട്ട് മിണ്ടൂല. അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പോൾ അയാൾ പറയും ഞാൻ ജോസഫാണ്. അത് ശരി, ജോസഫ് എവിടെ വീട്? അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് മുറുക്കിപ്പിടി പിന്നെന്ത് ചെയ്യും, ഒന്നും അയാൻ തുടങ്ങും. കാരണം നമ്മൾ അയയുന്നതനുസരിച്ച് അദ്ദേഹം അയയും. അതിന് നിങ്ങളെ ഫ്ലാറ്റിലെ ഒരു കാരണക്കാരനാകണം നിങ്ങൾ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമല്ല, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് പടച്ചോനോട് പോയി പറയാൻ പറ്റുമോ? പടച്ചോനെ ഞങ്ങൾ 2013 കടപ്പുറത്തുള്ള ഫ്ലാറ്റ് പാർത്തോലെ, അതുകൊണ്ട് അയൽക്കാര ബന്ധത്തെക്കുറിച്ചൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ റസൂലിനെ അവിടെ ഇരുത്തൂലേ നമ്മളെ മുമ്പിൽ? എന്നിട്ട് പറയില്ലേ റസൂൽ പറഞ്ഞെന്നും പഠിപ്പിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞുതരൂലേ? അത് പാലിച്ച് കൂലി നമ്മളല്ലാതെ വേറെ ആരും വാങ്ങും? അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റ് ജീവിതമായി, അല്ലെങ്കിൽ വില്ല ജീവിതമായി, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടണ ജീവിതമായി എന്നൊന്നും പറഞ്ഞിട്ട് സൗഭാഗ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് അസ്തമിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നർത്ഥം. അപ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം? അതുകൊണ്ടുകൂടി അനുഗ്രഹം ആസ്വദിക്കണം. നമുക്കെന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഇന്ന് കണ്ടില്ലേ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നു, 5 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. കാരണം തൊട്ടടുത്ത്, എന്തിനേറെ പറയുന്നു, ഒരു അമ്മ മരിച്ചത് 45 ദിവസം കഴിഞ്ഞിട്ടാണ് മക്കൾ അറിഞ്ഞത്. അതോടൊപ്പം നിങ്ങളൊരു വാർത്ത കൂടി വായിച്ചു, അയൽവാസികൾ വിചാരിച്ചു അവർ മകൻ്റെയോ മകളുടെയോ വീട്ടിൽ പോയതായിരിക്കുമെന്ന്. അവിടെ കൂടി ഒരു മുഅ്മിൻ നന്നായി ചിന്തിക്കണം. നമ്മളെപ്പോൾ ഇറങ്ങുക, നമ്മൾ കാറെടുത്ത് താക്കോലെടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഒന്ന് കോളിമ്പൽ, അസ്സലാമു അലൈക്കും, ഞങ്ങൾ സിറ്റിയിലൊന്ന് പോയി വരാൻ. പൊയ്ക്കോളി, നിങ്ങളെന്തിനാ ഇവിടെ ഒപ്പിട്ട് പോണേ, നമ്മളിവിടെ പഞ്ചിക്കൊന്നുമില്ലല്ലോ. അതല്ല, അത് ഇസ്ലാമിൻ്റെ ഒരു ബാധ്യതയാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നൊരു കല്യാണം, ആ കല്യാണം ഞങ്ങൾക്കുണ്ട്, എന്നാ ഇറങ്ങി. എന്തിനാണെന്നറിയോ? അതൊക്കെയാണ് ബന്ധം. ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടുണ്ടാണ്. ഇങ്ങോട്ട് 3 വട്ടം മിണ്ടിയില്ല, അങ്ങോട്ട് 4 പ്രാവശ്യം മിണ്ടിയാൽ ആ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്യും രാത്രി. നോക്കേ, നമ്മൾ 3 ദിവസമായില്ല ഉണ്ടാക്കണ്, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ മിണ്ടുകയാണ്. എന്താ നമ്മൾ ചെയ്യുക? ഒന്നുമില്ല, നമുക്ക് നാളെ മുതൽ അങ്ങോട്ട് മിണ്ടാൻ തുടങ്ങാം. അതാണ് ഇസ്ലാം, അവിടെയാണ് അതിൻ്റേത്. അപ്പോൾ വിശ്വാസിക്ക് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ 3 ടയറുള്ള കാറിൽ വന്നിട്ട് കാരുണ്യ ലോട്ടറി എടുക്കുമ്പോൾ കിട്ടുന്നതല്ല.
ഇത് നിരന്തരമായി അള്ളാഹുവിനോട് തേടി അള്ള പറഞ്ഞതിനനുസരിച്ച് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു കസ്തൂരിമാനിൻ്റെ ശരീരത്തിൽ നിന്ന് ആ സുഗന്ധം വരുന്നത് പോലെ തന്നിൽ നിന്ന് തന്നെ തന്നിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമാണ്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകമേ ഉള്ളൂ, ഈ ഒരൊറ്റ ലോകമേ ഉള്ളൂ. ഇപ്പോൾ ഈ കിട്ടിയ ഈ ലോകം നമ്മളെ പേരക്കുട്ടിയൊക്കെ കൊടുക്കണ പേരക്കുട്ടികളെ ലോകമാണ്. പേരക്കുട്ടികളെ വിചാരിച്ച് ബാപ്പ വല്ലിപ്പയൊക്കെ ആകപ്പാടെ ടെൻഷനായി ജമായത്തിനും നിസ്കരിക്കാനൊന്നും പോകാതെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് ദീനിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളെ കൊണ്ട് പലരെയും പേര് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഞായറാഴ്ച നിസ്കാരത്തിനൊന്നും പോകില്ല, എന്തായാലും ഒരു കല്യാണം ഉണ്ടായിരുന്നു, അവിടുന്ന് പോരുമ്പോൾ അവനെന്താ വിചാരിക്കുക എന്നൊക്കെ വേറെല്ലാവർക്ക് വേണ്ടി. അങ്ങനെയല്ല, നമുക്കൊരു ജീവിതമാണല്ലോ. നിങ്ങൾക്ക് ഈ ലോകത്ത് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഖിറത്തിനെ നിങ്ങൾ ആഗ്രഹിക്കണം. ആഖിറം ആഗ്രഹിക്കുക സക്രാത്തിൽ മൗത്ത് കിടക്കുമ്പോഴല്ല, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ ആഖിറത്തെ ആഗ്രഹിക്കണം. വലാ തൻസാ, നീ മറക്കണ്ട, നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള സൗഭാഗ്യത്തെ നിന്റെ ഓഹരിയെ നീ മറക്കുകയും ചെയ്യണ്ട. അല്ലേ? നമ്മളിപ്പോൾ ഒരു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോയാൽ എന്താ കാണിക്കുക? ചോറുണ്ടോനോട് പറയും, കുറച്ചിട്ടാൽ മതി. എന്താ, ഒരു നസീബിനും വേണ്ടി, ഒരു ചെറിയ ഓഹരിക്കും വേണ്ടി ഞാൻ ഒന്ന് വന്നാണ്, കുറച്ച് തിന്നാൽ മതി, ബാക്കി ഇനി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ റവ ഞാൻ കുടിക്കും. ഇതിപ്പോൾ ഒരു ഇതിനുള്ളതാണ് അല്ലേ? അപ്പോൾ ദുനിയാവിനെ സംബന്ധിച്ച് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്കുള്ള അർഹതകളൊക്കെ നിങ്ങൾ വിട്ടോളൂ, പക്ഷേ ഈ പരലോകം പൈസ കൊടുത്ത് വാങ്ങേണ്ടുന്ന ലോകമാണ് ഇഹലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നർത്ഥം അല്ലേ? ഇഹലോകത്തെ ആരാണ് തന്നത് എന്ന് ചോദിച്ചാൽ അത് അള്ള തന്നെ തന്നതാണ്. ഇഹലോകം നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊന്നുമില്ല, ഇപ്പോൾ നമുക്ക് കുറേ ഉണ്ട്. അത് കിട്ടിയത് അള്ള തന്നത് തന്നെയാണ്. ജനിക്കുമ്പോൾ 300 ഗ്രാമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവൻ നൽകിയല്ല. ആ ജീവൻ 50 വയസ്സായി ഒരു ഓഫീസറായിട്ട് വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വിലപ്പെട്ട ജീവനെ അള്ള പിൻവലിച്ചാൽ ആ ഒരു 3 മണിക്കൂർ കഴിയുന്നതോടുകൂടി നാറും. 10-40 കൊല്ലം ഞാൻ നടന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ശരീരം നാറുന്നില്ല. കാരണം എന്താ? അള്ള എന്നെ നാറ്റിക്കയറ്റാണ്. അള്ള എന്നെ നാറ്റിക്കാൻ വിചാരിച്ചാൽ എൻ്റെ റൂഹിനൊരൊറ്റ ദിവസം എടുത്താൽ മതി. 3-ാമത്തെ മണിക്കൂറിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, മൂക്ക് ഇങ്ങനെ പൊത്തിയിട്ടാണ്. ആരായിട്ടും കാര്യമല്ല, ആരായിരുന്നാലും. അപ്പോൾ ഇപ്പം നിങ്ങളെടുത്തേക്കും എൻ്റെ അടുത്തേക്കും ഒക്കെ സന്തോഷവും ഒക്കെ പറഞ്ഞ് ലോകിയൊക്കെ പറഞ്ഞ് വരുന്നതും ചായ തരുന്നതും വീട്ടിൽ ചെന്നാൽ സ്വീകരിക്കണം സൽക്കരിക്കണം ഒക്കെ നമ്മൾ ഈ ശരീരമൊന്നും കണ്ടിട്ടല്ല, അള്ളാഹ്ക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് റൂഹിനി ശരീരത്തെ ഒപ്പം ഇങ്ങനെ നിർത്തിയതാണ്. അതാണ് വേർപിരിഞ്ഞാൽ ഒരാൾക്കും നമ്മളെ വേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ അള്ള നമ്മളെ കൈവിട്ടാൽ പിന്നെ ഒരാൾക്കും നമ്മളെ വേണ്ടാന്നർത്ഥം. അള്ള അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താവേന്ന് വിളിക്കണേ, ഭർത്താവ് ഭാര്യയെന്ന് വിളിക്കണേ, ഇക്കാക്കാന്ന് വിളിക്കണേ, ഒക്കെ വിളിക്കണേ. അള്ള നമ്മളതിന് വേർപ്പെടുത്തിയാൽ മയ്യത്തേന്നാണ് വിളിക്കുക. എല്ലാവർക്കും ഒരൊറ്റ യൂണിഫോം വിളി ഉണ്ടാവുള്ളൂ, വേറൊരു വിളി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഓർക്കുക, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ലഭ്യമായ അനുഗ്രഹത്തെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കുക, സൗഭാഗ്യമായ ജീവിതം അത് ഇഹലോകത്ത് ചെറുതാണ് എന്ന്. ഇഹലോകം വലുതാണ്, ഇഹലോകം വളരെ വിശാലമാണ്. പക്ഷേ നിന്നെ സംബന്ധിച്ച് കോഴിക്കോട്ടങ്ങാടി വലുതാണ്. നമുക്ക് എത്രയുള്ളത്? നമുക്ക് 3-4 സെൻറ്റ് ഉണ്ടാവും അല്ലേ? കോഴിക്കോട്ടങ്ങാടി വലുതാണ്, നമുക്ക് ചെറുതാണ്. ഖുർആൻ പറയാ, അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്തിൽ നിന്ന് മാറി നിർത്തിക്കൊണ്ട് നീ ഇഹലോകത്തെ നീ തൃപ്തിപ്പെട്ടു. ഫമാ മതാഉൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ, പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് ചെറുതാണ്. പരലോകത്തെ തുലനം ചെയ്യുമ്പോൾ ഇഹലോകം ചെറുതാണ്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനെ സംബന്ധിച്ച് ഇഹലോകം വലുതാണ്. അവൻ ഇവിടെ ഭയങ്കര ഉഷാറായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. നല്ലതാണ്. എന്നാലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു 30 വയസ്സുകാരനായ ഒരാൾ ഒരു 70 വയസ്സുകാരനായ ഒരാളെ കണ്ടുമുട്ടി, അസ്സലാമു അലൈക്കും അല്ലേ? ചെറുപ്പക്കാരൻ ഭയങ്കര ഉഷാറിലേക്കാരൻ, അസ്സലാമു അലൈക്കും. മറ്റേ ആൾ പറയും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ വിശേഷമൊക്കെ? സുഖം തന്നെയാണ്.
എന്താണ് പറയുന്നറിയോ? ഈ ദുനിയാവ് എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. എനിക്കും ഇതൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിന്. എന്താ നിങ്ങൾ ആഗ്രഹം? ഒന്നുമില്ല, ഹജ്ജൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങ് പോകണം. ഇവനതൊന്നും ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല. എന്താണ് 70 വയസ്സാകുമ്പോഴേക്ക് എന്താണ് തിരിഞ്ഞത്? എന്താണ് മനസ്സിലായത്? ഇവിടുത്തെ വളവൊക്കെ മനസ്സിലായതല്ല, ഇവിടം കുറച്ചുള്ളൂ, ഇതിനപ്പുറമുള്ള വലിയ ഒരു ലോകമാണ് എനിക്ക് ഇനിയുള്ളത്. ഇതിപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് എനിക്കെന്താ കഴിഞ്ഞതെന്ന്? ഉടുത്ത തുണി തിന്നതും അല്ലേ ഉള്ളൂ, വേറൊന്നും അയാൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അയാൾക്കത് മനസ്സിലാകണം, നമുക്കും അത് മനസ്സിലാകണം. ഖുർആൻ പറയാൻ, നിങ്ങളൊരു വിശ്വാസിയാണോ എങ്കിൽ എന്തു ചെയ്യും? ആ വിശ്വാസത്തോടൊപ്പം ഈ ഒരു ചിന്ത ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം? ഖുർആൻ പറയാ, അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന അസ്സലാമു അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചുവെങ്കിൽ നിങ്ങളുടെ യാത്രയപ്പ് സൗഭാഗ്യമുള്ളതാകും. ഇവിടുന്ന് ഒരു യാത്രയപ്പ് തരാനുണ്ട് നമുക്ക്. അതാണ് നമ്മളിപ്പോൾ ഒരാൾ വിചാരിക്കുന്നു, പള്ളിയിൽ ഉസ്താദ് ക്ലാസ് ഉണ്ടായിരുന്നു, പള്ളിയിൽ വെള്ളിയാഴ്ച മൂപ്പർ എന്താ പറഞ്ഞ്, ഈ ദുനിയാവൊന്നും വലിയ കാര്യമല്ല, പരലോകമാണ് വലിയ കാര്യം എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു വിഡ്ഢിത്തം എന്നല്ലാതെ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ആദ്യ അനുഭവം എന്താ ഉണ്ടാറിയോ? ഇവിടുത്തെ യാത്രയപ്പ് നല്ലൊരു യാത്രയപ്പാവുന്ന. നമ്മളൊരു ഓഫീസിൽ എല്ലാ ജീവനക്കാർക്കും പാരച്ചുകൊണ്ട് നടന്ന അവിടുത്തെ യാത്രയപ്പം എങ്ങനെയൊക്കെയാറും ഒരു പറയാവും, അള്ള കാത്ത് വന്ന് റിട്ടയർഡായി പോവുകയാണ് അല്ലേ? എന്നാൽ ആ ഓഫീസിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും പരമാവധി സഹായവും സഹകരണവും ഒക്കെ ചെയ്തു കൊടുത്ത് ഒരാൾ അവിടെ നിന്ന് റിട്ടയർഡായി പോകുമ്പോൾ ആ റിട്ടയർഡ്മെൻ്റ് എന്ന് പറയുന്നത് അയാൾക്കൊരു നല്ല സമ്മാനമൊക്കെ കൊടുത്ത് അയാളെ ഒരു വണ്ടി എടുത്ത് ഒരേ കൊണ്ടയാക്കി കൊടുത്തിട്ട് എന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോരാൻ തോന്നില്ല. ഖുർആൻ പറയാ, നിങ്ങളിങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നല്ലവരായ നിങ്ങളെ സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകും. സലാം പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അള്ള ഞങ്ങളെ ഇങ്ങനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നല്ലൊരു ജീവിതം എന്ന് കണക്ക് കൂട്ടുന്ന വിശ്വാസി നല്ല ഒരു മരണം എന്നുകൂടി കണക്ക് കൂട്ടുക. അത് നമ്മളെ മനസ്സിലൊക്കെ ഒന്ന് ഇപ്പം തന്നെ രൂപപ്പെടുത്തുക. നമ്മളൊക്കെ ഇപ്പോൾ വിചാരിച്ചെന്താ അറിയോ? നമ്മൾ മരിക്കും എന്നെല്ലാവർക്കും ഉറപ്പാണ്. എങ്ങനെ നമ്മൾ മരിക്കുക? ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ അസറൊക്കെ സംസ്കരിച്ച് തന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നിങ്ങളുള്ള ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മലക്ക് ഇങ്ങനെ വന്ന് എന്നാ പോവുകയല്ലേ. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഫോണൊക്കെ ചെയ്ത് ഇനി എന്തെങ്കിലുമൊക്കെ പൊറുക്കാണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വാസത്തിൽ ആ കോഴിക്കോട്ടങ്ങാടിയിൽ ആരെങ്കിലും മരിച്ചിടണം? അങ്ങനെ ഇല്ല, ഒക്കെ അപ്രതീക്ഷിതമാണ്. എന്നാൽ ഒരു മുഅ്മിന് അപ്രതീക്ഷിതമുണ്ടോ? ഇല്ല, പ്രതീക്ഷിതമാണ്. അകാല മരണമുണ്ടോ? ഇല്ല, കാലമരണമേ ഉള്ളൂ, അകാല മരണമില്ല. അതേപോലെ അപ്രതീക്ഷിത മരണമില്ല, പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഞാൻ അങ്ങനെ 4 മണിക്ക് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഒരു ചാരുകസേല ഇങ്ങനെ നീണ്ടു വീർന്ന് എന്നാൽ ഇനിയിപ്പോൾ ഒന്ന് മരിക്കല്ലേ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ബാഗ് എടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നവും വരാൻ പോണില്ല. മരിക്കാൻ വേറൊരു സമയമില്ല. അപ്പം നമ്മൾ ഈ ഖുർആൻ പറഞ്ഞതുപോലെ ഹദീസ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാപ്പരായ ഒരു എരപ്പാളിയായ ഒരു മുത്തക്കിയായ അമ്മോശാക്ക് വേണ്ടാത്ത, അയലോക്കക്കാർക്ക് കണ്ണു പിടിക്കാത്ത, ഭാര്യയ്ക്ക് വിലയില്ലാത്ത ഒരു ഭർത്താവായോ ഒരു ഭാര്യയായോ ജീവിക്കുന്നല്ല. എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരുടെ ഇടയിലും വിലയുള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് വരെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ മാന്യമായി കൊണ്ടുപോകാവുന്ന ഒരു ശരീരവും ഒരു മനസ്സും വാർത്തെടുക്കുകയാണ് നമ്മൾ ഈ 10-50 കൊല്ലത്തിനിടയിൽ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. എന്തു വേണം? ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ കൂട്ടത്തിൽ ക്ഷമാലുക്കളായി മാറണം എന്നതാണ്. എന്താണ് ക്ഷമ? ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ക്ഷമിക്കാറുണ്ട്. പക്ഷെ എന്താ അറിയോ? വേറുള്ളവർ ഇങ്ങോട്ട് ക്ഷമിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ക്ഷമിക്കാൻ ഇടവരാറുള്ളൂ. നമ്മൾ ഒരുപാട് ആളുകളുമായി ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്താണ് ഖുർആൻ പറയുന്നത്? വിശ്വാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. എന്താണ്? അവനെല്ലാം നന്മയാണ്. അവൻ എന്തെങ്കിലും സന്തോഷം അവന് അനുഭവപ്പെട്ടാൽ അവൻ ശക്കറ, അവൻ നന്ദി കാണിക്കും. ഖൈറല്ലഹു, അതവന് നന്മയാണ്. വൈൻ അസ്വാബത്തുഹു ലറ, അവൻ എന്തെങ്കിലും ഉപദ്രവമോ പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫക്കാന ഖൈറൻ ലഹു, അത് അവന് ഖൈറായിരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, എവിടെയാണ് ക്ഷമ വേണ്ടത്? ഇപ്പം നമ്മളെ ഒരാൾ അടിച്ചു, നമ്മൾ ക്ഷമിച്ചു.
ഒരാൾ നമ്മളെ ഉന്തിട്ടു, നമ്മൾ ക്ഷമിച്ചു. ഒരാൾ നമ്മളെ വണ്ടിയുടെ ഒരു സൈഡിലൂടെ ഉരതിപ്പോയി, അല്ലെങ്കിൽ നമ്മളെ ബാക്കിൽ ഇടിച്ചു, നമ്മൾ ഓനായിട്ട് സംസാരിച്ചപ്പോൾ അവനൊരു പൈസയൊന്നും ഇല്ലാത്ത ആളാണ്, കച്ചറക്കാരനൊന്നും അല്ലതാണ്. ഇപ്പോൾ സാരല്ല, എൻ്റെ വണ്ടിക്ക് എന്തോ കേട് പറ്റിക്കോ, ഇല്ല സാരല്ല നയ്യു പോയി നന്നായിക്കോ, എൻ്റെത് ഞാൻ നന്നായിക്കോളാം, അവിടെയൊക്കെ നമ്മൾ ക്ഷമിക്കാറുണ്ട്. പക്ഷേ ഇനി എവിടെയാണ് നമ്മൾ ക്ഷമിക്കുക? മുഅ്മിന് എവിടെയാണ് ക്ഷമിക്കാത്തതെന്നാ? സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാനോട് നന്ദി പറയാനും മറക്കും, ഒരു ദുരിതം വരുമ്പോൾ ക്ഷമിക്കാനും മറക്കും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അവിടെ ആ രണ്ട് പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷമുണ്ടാകുമ്പോൾ, ഒരു വലിയ അനുഗ്രഹം വരുമ്പോൾ അൽഹംദുലില്ലാ, അത് അൽഹംദുലില്ലാ എന്ന് പറയാൻ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു. പിന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇൻസാനിലെ ആയത്ത് നമ്മൾ ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദി കാണിക്കുന്നവനാകണം, അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നവനായി ജീവിക്കാമെന്ന് പറയുന്നത്. അതിൽ ഷാക്കിറും കാഫിറും ആരാന്നറിയ നിങ്ങൾ? കാഫിറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷാക്കിർ. കാഫിറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷാക്കിർ. അപ്പം എന്താ അറിയോ? കഫൂർ എന്ന് പറഞ്ഞാൽ നിഷേധീന, അല്ലല്ല എന്ന് പറയണോൻ മാത്രമൊന്നുമല്ല നിഷേധി, നന്ദി കാണിക്കാത്തവൻ നിഷേധിയുടെ കൂട്ടത്തിലാണ് പെടുക. ഒരു ജോലി കിട്ടി, അൽഹംദുലില്ലാ. അല്പം വരുമാനം ഏറി കിട്ടി, അൽഹംദുലില്ലാ. നമുക്ക് എന്ത് ഖൈർ കിട്ടി, അൽഹംദുലില്ലാ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സത്യനിഷേധിയാണ്. ഇനി ഷാക്കിറായവൻ ആരാണ്? അവൻ അതിന് അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഇനി രണ്ടാമത്തെ ഇവിടെ വരുന്നത്, എന്തെങ്കിലും വിഷമം വരുമ്പോൾ ക്ഷമിക്കുക. എങ്ങനെ ക്ഷമിക്കൽ? നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കസേരനെ പൊട്ടിത്തെറിക്കോ എന്നുള്ള പേടിയായിട്ടാണ്. അപ്പോൾ ഭാര്യ ഒരു ഗ്ലാസ്സിൽ തണുത്തുള്ളം എടുത്തുക്കണം, ഒന്നിൽ ചൂടുവെള്ളം എടുത്തുക്കണം, ഏതാപ്പോൾ മുപ്പർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചു, നിങ്ങളെന്താ? ഞാൻ ക്ഷമിച്ചിരിക്കുക. അത് ക്ഷമിച്ചിരിക്കല, പിന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കല, അതല്ല ക്ഷമ. അതൊക്കെ ഒതുങ്ങി സംസാരമൊക്കെ അതിനനുസരിച്ച് എല്ലാം, അല്ലാതെ അതെന്ത് ക്ഷമയാ? അപ്പം അങ്ങനെയല്ലേ, എന്തെങ്കിലും ദുരിതം വന്നാൽ ആ ദുരിതത്തിൽ ക്ഷമിച്ച് അൽഹംദുലില്ലാ. നമ്മൾ സ്വയം ക്ഷമിച്ച് വേറുള്ളവരോട് ചൂടാലല്ല, ആരോടും ഒന്നും ചൂടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ പുരേക്ക് പോകണം ഓട്ടോറിക്ഷക്കാരനോട് ആരോടും ഒന്നും ചൂടാൻ പാടില്ല. അതാണ് ക്ഷമ. മാത്രമല്ല അള്ളാനോടും കൂടെ അവിടെ ക്ഷമിക്കണം. അള്ളാനോടും കൂടെ, പടച്ചോനെ ഇങ്ങനെയൊക്കെ ഇത് ഏതായാലും ഇജ്ജ് തന്ന ഖള. ഇന്നിപ്പോൾ ഞങ്ങളൊരു വലിയ ദുഃഖത്തിലാണ് കാരണം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിന്നെ ഉച്ചക്ക് 12:30 മണിക്ക് പരീക്ഷ കഴിഞ്ഞു പോയ ഞങ്ങളുടെ വിദ്യാർത്ഥി കുറ്റ്യാടിക്കടുത്തുള്ളൊരു പുഴയിൽ മുങ്ങി മരിച്ചു. മയ്യത്ത് ഇവിടെ മെഡിക്കൽ കോളേജിലുള്ളത്. ഞങ്ങൾ ഒരു 4-5 മണി വരെ ഞങ്ങൾ കരയായിരുന്നു. അവിടെ 5 മണി വരെ ഞങ്ങളെല്ലാവരും ആ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, അള്ളാൻ്റെ കഥയാണ്. അപ്പോൾ വല്ലിപ്പ വല്ലിപ്പ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് വന്നു. അപ്പോൾ അധ്യാപകരൊക്കെ പറഞ്ഞു, ഇതാ ഞങ്ങളൊക്കെ അധ്യാപകരാണെന്നാണ്, എൻ്റെ ഞങ്ങളെ കയ്യും ഒക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞ്, സാരല്ല ഉപ്പ, സാരല്ല വല്യപ്പയാണ്, സാരല്ല, അള്ളാഹ് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അദ്ദേഹം ഇനി എന്താണ് വേണ്ടത്, ഇനി എന്താണ്, എവിടെയാണ് എൻ്റെ കുട്ടി, പിന്നെ ഉപ്പ ഗൾഫിലാണ്, എന്താണ്, എപ്പോഴാണ് മയ്യത്തെടുക്കേണ്ടത് എന്നൊക്കെ ആ സ്റ്റാൻഡിങ്ങിലേക്ക് എത്തുകയാണ്. അവിടെ ആ പെട്ടെന്നുള്ള ഇതിൽ വന്നു. പിന്നീട് തിരിച്ച് അള്ളാൻ്റെ കഥയാണ്. അപ്പോൾ അവിടെയാണ് ക്ഷമാലു ആവുക എന്നുള്ളത്. അള്ള വിരിച്ചു എന്നതിലുള്ള ക്ഷമാലു ആവുക. വേറുള്ളവർ ചെയ്തു, അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊന്നും വന്നിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. വിശ്വാസികൾക്ക് എന്തു വേണം? ശിർക്ക് രഹിതമായ ഒരു ജീവിതം ഉണ്ടാകണം. 19ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മളെ പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ജീവിതമുണ്ടാകണം. അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു ശിർക്കില്ലാത്ത ജീവിതം നയിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു ശിർക്കില്ലാത്ത ജീവിതം നയിച്ച. ഖുർആൻ പ്രത്യേകം എടുത്തു പറയാ. അപ്പോൾ ഈ ശിർക്കില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഇടക്കിടക്ക് ശിർക്കൻ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളോടും അങ്ങേ അറ്റത്തെ മാനസികമായ വെറുപ്പ് കാണിച്ചത് തെറ്റാണ്, അത് അരുത്, അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നൊന്നും പറയുന്നത് ഒരു വെറുപ്പായിട്ട് നമ്മളാരും കാണാൻ പാടില്ല. കാരണം അത്ര ഗൗരവമാണത്. ഖുർആൻ പറയാ, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വസിച്ച ആളുകൾ അവരുടെ വിശ്വാസത്തോടൊപ്പം അവർ അതിക്രമങ്ങളെ കൂട്ടിക്കലർത്താതിരിക്കുക. അവർ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ കിടക്കുമ്പോൾ കാണേ അല്ലല്ല പാപ്പാരെ എന്ന് പറഞ്ഞാൽ അള്ളാനെയും വിളിക്കുന്നുണ്ട്, ഒരു പാപ്പാനെയും കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് ഒരു കിടന്നുറങ്ങുക. അതങ്ങനെ ഒരു ശീലമായി വന്നതാണ്. എവിടെയാണ് ഈ ശീലം എന്ന് വെച്ചാൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, കൂടെ എന്തെങ്കിലും ഒരു പങ്കു ചേർക്കലും. അപ്പോൾ വിശ്വാസികൾക്ക് ഇങ്ങനെ വിശ്വാസത്തോടൊപ്പം അതിക്രമങ്ങൾ ചെയ്യാൻ
പല പ്രേരണകളും വന്നു എന്ന് വരാം. ആ വരുന്ന കൂട്ടത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ഉലായിക്ക ലഹുമുൽ അംന, അവർക്ക് എന്തുണ്ടാവില്ല, നിർഭയത്വം ഉണ്ടാവില്ല. എന്നാൽ അതിക്രമം ഇല്ലാതിരുന്ന യാ അല്ലാ, യാ ഗഫൂർ, യാ വദൂദ്, യാ റഹീം, യാ റഹ്മാൻ, പടച്ചോനെ എൻ്റെ കളിയാണ്, പടച്ചോനെ നീ വിധിച്ചതാണ്, നീ തന്നതാണ്, നീയല്ലാതെ വേറെ ആരുമില്ല, റബ്ബേ നിൻ്റെ തുണയാണ്, പടച്ചോനെ കുട്ടി പരീക്ഷ എഴുതാൻ പോവുകയാണ്, റബ്ബേ നീ തുണച്ചാലേ എൻ്റെ കുട്ടിക്ക് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാം വലിയ കാര്യം തൊട്ട് ചെറിയ കാര്യം വരെ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിർഭയത്വമുള്ള പേടില്ലാത്തൊരു ജീവിതം അള്ള നിങ്ങൾക്ക് തരും എന്ന് ഖുർആൻ പറയാൻ. വിശ്വാസികൾക്ക് അതെന്ത് ചെയ്യണം? അത് ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. വേദനയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ കഴിയണം. എങ്ങനെയാണത്? അത് വിശ്വാസിക്ക് കഴിയുന്ന ഖുർആൻ പറയുന്നത്. കാരണം നമ്മൾ ഈ വേദന എന്ന് പറയുന്നത് എന്തറിയോ? ഇപ്പം തലവേദന, ഡോക്ടർമാർ പറയില്ലേ തലവേദന ഒരു രോഗമല്ല, വേറെന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇനി അധിക തലവേദനകളും നമ്മൾ ആമാശയവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വേറുള്ളവർക്കൊരു തലവേദനയായത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടുകാർക്കൊരു തലവേദനയായത് പിന്നെ ഒന്ന് ഞായറാഴ്ച ഇനി അയാൾ ആ രാവിലെ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും, മറ്റൊരങ്ങനെ നമ്മൾ വേറൊരാൾക്ക് നമ്മൾ തലവേദനയായത്. എന്നാൽ നമുക്ക് തലവേദന ഉണ്ടാവില്ല. നമ്മൾ ഒരുവിധം എന്ത് ചെയ്യണം? ഖുർആൻ പറയാൻ ഇൻ തകൂനു തഅലമൂൻ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. സത്യനിഷേധികളായ ആളുകൾക്കും വേദനയുണ്ട്, നിങ്ങൾക്കും വേദനയുണ്ട്, അവർക്കും നിങ്ങൾക്കും വേദനയുണ്ട്. പക്ഷേ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് വേദന കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളെ നിങ്ങൾ മാറ്റണം എന്നാണ്. സത്യവിശ്വാസി വേദന അനുഭവിക്കുമ്പോൾ സത്യനിഷേധിയുടെ വേദന പോലെയല്ല എന്നർത്ഥം. എന്താ? പ്രിയപ്പെട്ട ഉമ്മ ആശുപത്രിയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, വേദന ഇല്ലാതെ പ്രസവിക്കാൻ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സഹോദരി അത് 3500 കൊടുത്ത് കുത്തിവെക്കേണ്ട ഒരു ആവശ്യമല്ല. കാരണം എന്താ അറിയോ? വിശ്വാസമല്ലാത്തവന് 3500 കുത്തിച്ചിട്ട് കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വേദന സഹിക്കാതെ പ്രസവിക്കുക എന്നുള്ളത് പോലെ ലക്ഷ്യമാണ്. കാരണം ഓർക്കെന്താ ഈ വേദന സഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടുന്നില്ല. ഖുർആൻ പറയാ നിങ്ങളതേപോലെയല്ലല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത കൂലി നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പം നമ്മൾ നിർബന്ധമായും അനുഭവിക്കേണ്ടുന്ന ചില വേദനകൾ, അത് ചിലത് അസഹ്യമായിരിക്കാം. പക്ഷേ ഈ ജനിക്കുന്ന സമയത്തുള്ള വേദന അത് അള്ളാഹു നൽകിയത് ആ കൂടപ്പിറപ്പിൻ്റെ ആ പൂക്കൽ കൊടിയുടെ ബന്ധം വിടാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? സഹിക്കുന്നു. നമ്മളിങ്ങനെ 5-8 പേപ്പറിൻ്റെ എഡിറ്റോറിയലും വായിച്ച് പുറത്തു കൂടി നടന്നാൽ ഓല് അറിയും സൂചി അടിച്ച് മാണ്ട എനിക്ക് വേദന, മൂപ്പര് കണ്ടില്ലേ നടക്കണം. അങ്ങനെ ആകാൻ പാടില്ല. നമ്മളും അതിലൊക്കെ ഭാഗവാക്കായി അതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ പങ്കാളിത്തമൊക്കെ വഹിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ സമീപനം. അപ്പോൾ അതേപോലെ തലവേദന വരുന്നു, മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ കിടക്കുക, അല്ലാ പടച്ചോനെ സുഖാക്കി തരണേ. അല്ലാതെ ഭാര്യ ചോദിക്കാൻ വന്നു എന്താ നിങ്ങൾക്ക് തലവേദന, കാലുകൊണ്ട് ഒരൊറ്റ തട്ടു കൊടുത്തു. അപ്പോൾ ഭാര്യ മനസ്സിലാക്കുകയാണ് വല്ലാത്തൊരു ഇങ്ങനെ ഇനി പോകാതൊക്കെ എന്നല്ല. അതങ്ങനെയല്ല. നമ്മളെന്ത് വേദന, അപ്പോൾ വേദന തന്നെ ഖുർആൻ പറയാം. നിങ്ങളെന്ത് ശാരീരികമായോ മാനസികം വേദനകൾ സഹിക്കുന്നു, നിങ്ങൾ അത് സഹിക്കുക. മറ്റുള്ള ആളുകൾക്ക് വേദനിക്കുന്നത് പോലെ അല്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളെ വേദനക്ക് അള്ള കൂലി തരൂലേ? ഇതുപോലെയാണ് നമ്മൾ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ സ്വഭാവ ഗുണം മോശമായാൽ അള്ളാഹു ഒരു പരീക്ഷണത്തിന് നമ്മളെ വിധേയമാക്കും. അല്ലേ? പലപ്പോഴും കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെയുള്ള ചില നിമിഷങ്ങളൊക്കെ വരാറുണ്ട്. കാരണം വല്ലാതെ നമ്മൾ ഈർഷ്യം കാണിക്കുന്നവനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പുതിയാപ്പള ചിലപ്പോൾ നമ്മളെ ഇരട്ടിൻ്റെ ഇരട്ടി ഈറുള്ളവനേക്കാരം. അപ്പം നമുക്ക് മനസ്സിലാകും പടച്ചോനെ നിലറ വലിയൊരു മൂത്താപ്പുണ്ടോ ഈ ലോകത്ത്. അപ്പോഴാണ് അതിൻ്റെ അബദ്ധം മനസ്സിലാകുക. അതിനു പകരം വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബ് ലൻഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. നീ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യുക. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ നീ അവരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക. വിശ്വാസികളെ ഓർക്കുക. അല്ലേ? കാരണം നമ്മളുടെ സ്വഭാവം
നമ്മുടെ ഈ പരുഷം എന്ന് പറഞ്ഞാൽ എന്താ? ചില നിമിഷമുണ്ടാവും നമുക്ക്, ആ നിമിഷത്തിൽ അങ്ങോട്ട് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പം തന്നെ മനസ്സിലായി കേൾക്കണ്ടോന് എന്താണത് എന്ന്, എന്താണ് ആ പറഞ്ഞത് എന്ന്, അല്ലേ? അതേപോലെയാണ് ദിവസവും മക്കളെ തെറി പറയുന്ന ഒരു വാപ്പ എന്ത് പറഞ്ഞാലും കുട്ടികൾ എന്താ പറയാറോ? അത് വാപ്പ രാവിലെ തുടങ്ങും, കഴിഞ്ഞ് വൈകുന്നേരം അയ്യുള്ളൂ. എന്നാൽ കാര്യമായ ഒന്നും പറയാത്തൊരു ഉപ്പ, മോനെ നീ അത് ചെയ്തു അല്ലേ എന്ന് ചോദിച്ചാൽ തന്നെ അവൻ്റെ മനസ്സിൽ അതൊരു വല്ലാത്ത വിഷമമുണ്ടാക്കും എന്നർത്ഥം. അപ്പോൾ സ്വഭാവങ്ങൾ പരുഷമാകും തോറും നമ്മുടെ മനസ്സ് കഷ്ടത്തിലാവും. സ്വഭാവം അല്ലേ? ഇപ്പം നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഈ പ്രൈവറ്റ് ബസ്സിലെ ജോലിക്കാർ ഒന്നും കൂടി ഒന്ന് സ്വഭാവം നന്നാക്കുകയാണെങ്കിൽ ഇല്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും പുതിയ. എന്നാൽ ഈ ബസ്സുകാർക്കും ഉണ്ടാവില്ല, ഈ യാത്രക്കാരൊക്കെ ഒരു മര്യാദക്കാകുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് ഇത് ശരിയാവുള്ളൂ. നമ്മളെല്ലാവരും ബസ്സുകാരെ പറയുന്നുണ്ട് അല്ലേ? പക്ഷേ ബസ്സിലെ ഒരാളായിട്ട് നിങ്ങൾ അടുത്തിരുന്നിട്ട് സംസാരിച്ച് നോക്കണം. ഓൻ പറയും ഇതിന് എത്ര ആളിരുന്ന് തെറിയേക്കണം എന്നറിയോ? ബാക്കത്തെ ബസ്സുകാരെ ഇതിലേറെ വലിയ മുത്താപ്പ ഇതെല്ലാം പറയണത് കേൾക്കണം. അത് കഴിഞ്ഞ് വൈകുന്നേരം ചെല്ലുമ്പോൾ മുതലാളി പറയണ ചീത്ത അത് വേറെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ബസ്സിലെ കണ്ടക്ടറോ ക്ലീനറോ ഒക്കെ 15 ദിവസം ഉണ്ടല്ലോ പണിയില്ലാത്തൊരു ദിവസം പോയോക്കാണ് ഇത്ര നല്ലൊരു മനുഷ്യൻ വേറെ എവിടെ നാട്ടിലും ഉണ്ടാവില്ല. അത്രയും മാന്യന്മാരായിരിക്കും. അപ്പോൾ എന്താ അറിയോ, എല്ലാവരും നന്നാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള മാർഗ്ഗം എന്താ പറയുക? ഞാൻ സ്വയം നന്നാകുക. അപ്പോൾ വേറെല്ലോരും ഒക്കെ അങ്ങോട്ട് നന്നാവും. നമ്മളെ വീട്ടിൽ വരുന്ന സഹായിക്കാൻ വരുന്ന സഹോദരി അതൊരു നല്ല സ്വഭാവമാണെന്ന് നമ്മൾ ആഗ്രഹിക്കല്ല പണ്ട്. നമ്മൾ നല്ല സ്വഭാവമായാൽ പടച്ചോ നല്ല ഒരു സ്വഭാവമുള്ള ഒരു ഇത്തനെയായിരിക്കും നമ്മളെ വീട്ടിലേക്ക് സർവൻ്റായിട്ട് എത്തിച്ചേരുക. നമ്മളൽപ്പം ഒരു പോക്കിരിയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ആ തരത്തിലുള്ള ഒരുത്തം പടച്ചോൻ തെരഞ്ഞെടുത്തിട്ട് തന്നെ അങ്ങനത്തെ ഒന്നിനെ കൊടുന്നൊരു നമ്മൾ സഹിക്കന്നെ വേണ്ടി വരും അല്ലേ? അപ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം? നല്ല സ്വഭാവമുള്ളവനായിരിക്കണം. സഹകരിക്കുകയും നിസ്സഹകരിക്കുകയും ചെയ്യുക എന്ന ഒരു സദ്ഗുണം അതെവിടെ? അതൊരു സദ്ഗുണമാണ്. ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നു, അതിൽ സഹകരിക്കേണ്ട കാര്യങ്ങൾക്ക് സഹകരിക്കുക, നിസ്സഹകരിക്കേണ്ട കാര്യങ്ങൾക്ക് നിസ്സഹകരിക്കുക. അപ്പോൾ ഒരു കല്യാണം നടക്കുന്നു, ആ കല്യാണം നടക്കുന്നിടത്ത് ഭയങ്കര ധൂർത്താണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് ചെന്നില്ല. അപ്പോൾ അയാൾക്കാണ് ഇതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താണ് ഈ പ്രശ്നം? എന്തേ ഇപ്പോൾ വരാം? പറഞ്ഞത് ശരിയായിട്ടാണ്. പക്ഷേ നമ്മളെന്താണ്, നമ്മൾ ആ ആശയത്തെയാണ് അവിടെ കൈമാറുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കല്യാണത്തിന് പങ്കെടുക്കണില്ല കാക്ക. അതെന്തേ? എടാ പൈസ ഭാരി വേറല്ലേ. അപ്പോൾ ഈ പടച്ചോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനും വരേണ്ടി വരില്ലേ അതിന് പറയാൻ? അതുകൊണ്ട് ഈ എന്നെ പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, കല്യാണത്തിന് ഞാൻ വരുന്നില്ല. അപ്പോൾ കാക്കാക്ക് തന്നെ എന്തായി ഒരു വിഷമായി. ഒരാഴ്ച മുമ്പാ പറയുന്നത്, തലേന്നല്ല ഒരാഴ്ച മുമ്പാ പറയുന്നത്. അപ്പോൾ കാക്ക ചോദിക്കും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ആ അലങ്കാരമൊക്കെ അങ്ങ് ഒഴിവാക്കി. അത് ഭയങ്കര ഒരു ആട്യത്തരങ്ങളുണ്ടല്ലോ, അവിടെ അതുണ്ട്, മറ്റേ നൂൽപ്പൊട്ടുണ്ട്, മറ്റേ ഉണ്ട്, പിന്നെ ഒക്കെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് എന്താണ് വേണ്ടത് ആ വാക്കൊക്കെ ഒന്നാ നിർത്ത്. ഒരു അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചൊക്കെ പോയിക്കോട്ടെ. ഇത് വലിയൊരു കൊട്ടാരാക്കി മാറ്റല്ലേ ഈ മനുഷ്യനെ. പടച്ചോൻ്റെ അടുത്ത് നമ്മളെ കൂടുതലൊക്കെ എത്ര രോഗികൾ. ശരിയാ, ആയിക്കോട്ടെ, എന്നാൽ ഞാൻ എന്തൊരു പരിഹാരം. അപ്പോൾ അത് ഇന്നൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് ഈ ആ പൈസ അങ്ങ് കൊടുത്തളാം. ഈ ചിലവാക്കാൻ വിചാരിച്ച ഒരു 10 ലക്ഷമല്ലോ, അത് ഇന്ന കുടുംബത്തിന് കൊടുത്തളാം. അപ്പോൾ ഈ മനുഷ്യൻ എന്താകണം? എന്താണ് സഹകരണം, എന്താണ് നിസ്സഹകരണം എന്ന് പഠിക്കുകയാണ്. മറ്റേ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തീരെ അങ്ങോട്ട് അടുക്കൂല. എന്താണ് വിഷയം എന്ന് അറിയില്ല ആർക്കും. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലും തിന്മയിലും നിങ്ങൾ നിസ്സഹകരിക്കണം, എന്നാൽ നന്മയുടെ കാര്യത്തിലും തഖ്വയുടെ കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അത് നമ്മുടെ വീടിൻ്റെ കാര്യമായിരുന്നാലും ഒക്കെ നമ്മൾ എന്തിനാണ് നിസ്സഹകരണം എന്നറിയണം, എന്തിനാണ് സഹകരണം എന്നറിയണം. ലക്ഷ്യം അതാണ്. നമ്മുടെ ഇസ്ലാമിൻ്റെ അപ്പോൾ ഖുർആൻ 30 ജുസ്, ആയിരക്കണക്കിന് ഹദീസ്, ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ ഒരു പിരാന്തനായി നടക്കാനല്ല. ഞങ്ങളോടൊക്കെ ചൂടാകുക, കണ്ടോരോടൊക്കെ തെറി പറയുക, എല്ലാ പള്ളിക്കലും അടി ഉണ്ടാക്കുക, ഇതൊന്നുമല്ല. ഇതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ ഈ ലോകത്ത് നിയമിതനായത് തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഉത്കൃഷ്ടമായ സ്വഭാവത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് എന്നെ ഈ ലോകത്ത് കഴിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇസ്ലാം പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞറിയോ? ആശയപരമായും ആദർശപരമായും അടിത്തറയായും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സുന്നത്തുകൾ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊരു കണ്ണിയാകണം.
ഞാനൊരു കണ്ണിയാകണം. എന്തൊക്കെ ശ്രേഷ്ഠ സ്വഭാവങ്ങളുണ്ടോ അത് ഉണ്ടാകണം. ഹൃദയ സമാധാനം അത് നമ്മളുടെ ലക്ഷ്യമായിരിക്കണം. ഹൃദയത്തിൻ്റെ സമാധാനം. ഹൃദയത്തിൻ്റെ സമാധാനം ഒരു 50 വയസ്സാകുമ്പോൾ ഇവിടെ വേദന വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മൂപ്പറെ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നോക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആൻ പറയാൻ നിങ്ങൾ അറിയുക, ഹൃദയ സമാധാനമാണ് നിങ്ങളുടെ തഖ്വയിൽ അധിഷ്ഠിതമായ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിന് സമാധാനം കൊടുക്കാൻ എന്തൊക്കെ വേണം? ഹൃദയം ഇളകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ സമാധാനമായിട്ട് കാര്യമല്ല. ഹൃദയം ഇളകണീൻ്റെ മുമ്പ് മൂപ്പർക്ക് എന്ത് ചെയ്യണം? സമാധാനം കൊടുക്കണം. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വെറും വാൽവിൻ്റെ തകരാറ് കൊണ്ട് മാത്രം വരുന്നൊന്നല്ല. ഒക്കെ നമ്മളുടെ കുറേയൊക്കെ മനസ്സുമായൊക്കെ ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. രക്തം പമ്പിങ്ങും ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല സ്വസ്ഥത കൊടുക്കുക, നല്ല സമാധാനം കൊടുക്കുക. വിശ്വാസി അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർത്തി കുറക്കുക, അത് നമ്മളുടെ ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. ആർത്തി കുറക്കുക. റസൂലുള്ള പറഞ്ഞെന്തറിയോ? ഇപ്പോൾ നമ്മൾക്ക് കുറേ ആഗ്രഹം, ഇപ്പോൾ അല്ലേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ ഒക്കെ റെഡി വെച്ചേക്കുക. വാഷിംഗ് മെഷീൻ ഇല്ല, ഫ്രിഡ്ജില്ല, ഫാനിന് കാറ്റില്ല, ഫ്രിഡ്ജിന് തണുപ്പില്ല, പിന്നെ കാറിന് സ്പീഡില്ല. ഇതൊക്കെ വന്നത് എപ്പോഴാണ്? ഓണെടുത്തപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? ഓണെടുത്തപ്പോഴാണ് ഇതൊന്നും ഒരു വസ്തുവിനും പറ്റാതെയായത്. ഇപ്പം ഇനി പദ്ധതി ഇട്ടൊക്കെയാണ് ഒക്കെ നമുക്ക് വാങ്ങണം. നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിട്ടല്ല. ഇതെന്താണ്? ഇതൊരു ആർത്തിയാണ്. ഇത് നമ്മളെ പിശാച് ഇങ്ങനെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. ഒന്നും പോരാ 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 പോരാ. അവിടെ നമ്മൾ തിരിച്ചൊരൊറ്റ ചിന്ത മതി, ഉള്ളതു മതി. റസൂലുള്ള പറയാണ്, ഇഹ്രിസ് അലാമാ യൻഫഉക, നിനക്ക് ഉപകാരപ്പെടുന്നത് നീ ആഗ്രഹിച്ചോ. അതിന് ഇസ്ലാം ഒരിക്കലും കുറ്റപ്പെട്ടില്ല. ഉപകാരപ്പെടുന്നത് അത് നമ്മൾ ഒരു വസ്തു നമ്മൾ ആഗ്രഹിക്കുക. അത് ഉപകാരമുണ്ടോ ഉപദ്രവമുണ്ടോ? അവിടെ ഉപകാരമുണ്ടോ ഉപദ്രവമുണ്ടോ? ഒരു കുട്ടി നമ്മളോട് പറയാണ്, ഇപ്പം വാപ്പ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിത്തരുമോ? അതെന്താ? ഉപകാരമില്ലായിട്ടല്ലല്ലോ, അവനത് ഉപകരിക്കുകയില്ല ഇപ്പോൾ. അപ്പം നമ്മൾ വാപ്പയായാലും നമ്മളായാലും വീട്ടിലേക്ക് എന്ത് വസ്തു വാങ്ങുകയാണെങ്കിലും ഉപകാരമുള്ളത് നമ്മൾ ആഗ്രഹിക്കുക. ഉപദ്രവമുണ്ടാകുന്നുവെങ്കിൽ എന്നിട്ട് പറയാം വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്, നീ ഒരിക്കലും അശക്തനാകരുത്. ഫഇൻ അസ്വാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ ഫലാ തഖുൽ, നീ പറയാൻ പാടില്ല ലൗ അന്നി ഫഅൽതു കദാ വ കദാ വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. നീ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇപ്പോൾ പോയിരുന്നെങ്കിൽ അവിടെ എത്തുമായിരുന്നു, ഇന്നലെ പുറപ്പെട്ടിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എത്താമായിരുന്നു. ഇങ്ങനെ നീ ഒരിക്കലും പറയരുത്. അള്ളാൻ്റെ കള പോലെ വന്നു, അവൻ ഉദ്ദേശിച്ചത് സംഭവിച്ചു, ഞാൻ ചെയ്തു. അപ്പം തന്നെ പൗതി മുക്കാലും നമ്മളെ ടെൻഷൻ എന്ത് ചെയ്തു? ഒഴിവായി. ശ്രേഷ്ഠ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ആർത്തി മുക്തമാവുക, ശരീരവും ആരോഗ്യവും പരിപാലിക്കുക, അത് മുഅ്മിൻ്റെ ഘടകത്തിൽപ്പെട്ടതാണ്. ഞാനൊരു പുസ്തകത്തെ ആധാരമാക്കിയാണ് പറയുന്നത്. ശരീരത്തിൻ്റെ ഒരു മുഅ്മിൻ, അവൻ്റെ ഉത്കൃഷ്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ മനസ്സ്. ഇപ്പോൾ നോക്ക് നിങ്ങൾ, നമ്മൾ നല്ലൊരു മനസ്സുണ്ടാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൻ്റെ അടുക്കൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, നല്ലൊരാളാണ്, അതിനെന്താ മാർഗം എന്നാ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തു നല്ല മുത്തക്കിയാകുക എന്നൊക്കെ. അബൂ ഹനീഫ പറഞ്ഞു, മോനെ ആദ്യം ഹലാൽ തിന്നൽ തുടങ്ങി, ഹറാമ് തിന്നൽ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതുവരെ ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അബൂ ഹനീഫ പറഞ്ഞു, ഹറാമ് തിന്നാൽ ഹറാമായ ഇറച്ചി ഉണ്ടാവുക, ഹറാമായ ഇറച്ചിൻ്റെ ഇടയിൽ ഹലാലായ ഹൃദയം ഉണ്ടാവും, അവന് അയക്ക് കയറുന്ന ചോരയൊക്കെ ജാതിയെല്ലാം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഹറാമ് തിന്നുന്നത് നിർത്ത്. അതുകൊണ്ട് ഹലാൽ തിന്നുമ്പോൾ നല്ല ഹലാലായൊരു തടി ഉണ്ടാവും. ഹലാലായ തടിയിൽ ഹലാലായ ചോരി, ഹലാലായ ചിന്തിയൊക്കെ വരും. അതുകൊണ്ട് നീ അങ്ങനെ വർത്തിക്കുക. അയാൾ പറയുകയാണ്, എനിക്ക് അതാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരമായി കിട്ടിയത് എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസി എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ല, അള്ള പവിത്രമാക്കിയ ജീവനെ. അപ്പോൾ അള്ള പവിത്രമാക്കിയതാണ്. ഈ പവിത്രമാക്കിയതിനെ വിഷം വാങ്ങി തിന്നുക, വിഷം കലർത്തപ്പെട്ട ഭക്ഷണങ്ങൾക്ക് ആകർഷണീയത കണ്ടു വാങ്ങി തിന്നുക, ഇതൊന്നും ഒരു മുഅ്മിനിൻ്റെ ഘടകത്തിൽപ്പെട്ടതല്ല എന്നർത്ഥം. നമ്മളിപ്പോൾ വാങ്ങുമ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ അതിൽ വിഷം ഉണ്ടാവും അല്ലേ? ആ വിഷം ഇല്ലാത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു, വയഹില്ലു ലഹും അത്വയ്യിബാത്ത്, അവർക്ക് ഞാൻ
നല്ല ഭക്ഷണം ഞാൻ ഹലാലാക്കിയിരിക്കുന്നു. അപ്പം കള്ള് മാത്രമൊന്നുമല്ല ഹറാമാക്കി, വിഷം ഉള്ള നമുക്ക് ശരീരത്തിനും മറ്റും ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങളെ മുഅ്മിൻ വാങ്ങി തിന്നാനോ ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുക്കാനോ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇനി ഇമ്മിയും ബാപ്പയും ചിന്തിക്ക്, ഒരു മുഅ്മിനായ കുട്ടിക്ക് നമ്മൾ സിനിമ കാണാൻ സിനിമ കാണാൻ പോകാൻ പാടില്ല. എന്താ? തിന്മയാണ്. ഭക്ഷണം കഴിക്കുന്നതിലും നമുക്ക് ചില അറിയാവുന്ന ദോഷങ്ങളുള്ള വസ്തുക്കളുണ്ട്. അവ ചോദിക്കുമ്പോൾ അതിൻ്റെ തിന്മയെക്കുറിച്ച് ഈമാനികമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ ലേസൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫൈബർ വസ്തുക്കൾ വയറിൻ്റെ ഉള്ളിൽ ചെന്നാൽ അപാരമായ വയറുവേദന വന്ന് രാത്രി ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നാൽ വാപ്പാക്ക് കണ്ണാണൂല എന്നല്ല. നമുക്ക് തിന്മ തിന്നാൻ പാടില്ല. ദോഷകരമായത് നമ്മളെ ശരീരത്തിനും ദോഷം വരുത്തുന്നത് തിന്നരുതെന്ന് ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിലെ മാരക വിഷങ്ങളെക്കുറിച്ച് ഏതും ഒരു വിശ്വാസിക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ സാധിക്കും. വിശ്വാസികളിലേക്ക് ഖുർആൻ പറഞ്ഞു, മറ്റുള്ളവരിലേക്ക് നോക്കി നിങ്ങളുടെ സൗഭാഗ്യത്തെ നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൂടി പറയാം. സമയം അല്പം നീണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വിഷയം 30 എണ്ണം ആണ് പൂർത്തിയാക്കുകയാണ്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സുഹറത്തദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. ഖുർആൻ പറയാം, നീ നിന്റെ കണ്ണിനെ ഐശ്വര്യം നൽകപ്പെട്ടവരിലേക്ക് നീ തിരിച്ചു കളഞ്ഞിട്ട് നിന്റെ ഐശ്വര്യത്തിൻ്റെ പ്രഭ നീ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമ്മൾക്ക് നോക്കിങ്ങൾ നമ്മളിപ്പോൾ വലിയ ഖൈറില്ല അല്ലേ, വലിയ ഖൈറില്ല. പക്ഷേ ഇനി നമ്മളെ ഖൈറ് എപ്പോഴാണ് പോവുക അറിയങ്ങൾ? വേറെ ഒരാൾക്ക് നമ്മളിലേറെ ഖൈറ് കിട്ടിയെന്ന് കേൾക്കുമ്പോഴാണ് അല്ലേ. നമ്മൾ ഓഫീസിലുള്ള ഒരൊറ്റനോട് ചോദിക്കുക, അല്ല എൻ്റെ സാലറി ഇപ്പം എത്ര? എനിക്ക് 34,500. അപ്പോൾ എനിക്ക് കുറവാണ്. വേറൊരുത്തന് 34 കേൾക്കുമ്പോഴാണ് എനിക്ക് കുറവാണ്. അതുവരെ എൻ്റെ വലിയ ഒരു കൂലിപ്പണിക്കാരനെ കാണുമ്പോൾ നമ്മൾ വലിയ ആളാണ്. അങ്ങനെ നമ്മൾ വേറെ ഉള്ളവരിലേക്ക് നോക്കിയിട്ട് എന്താക്കരുത്, നിങ്ങളുടെ ഭൗതികപരമായ സുഹൃത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ലിനഫ്തിനഹും ഫീഹി, അവർക്ക് ഞാൻ അതൊക്കെ കൊടുത്തിട്ടുള്ളത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. റിസ്ഖു റബ്ബിക, നിനക്കല്ല തന്ന റിസ്ഖ് ഖൈറുൻ വഅബ്ഖ. അപ്പോൾ ഭക്ഷണം ആണ് ഏറ്റവും വലിയ വിഭവം. നിങ്ങൾക്ക് മറ്റൊന്ന് തിന്നണം, അത്ര തിന്നല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി തോനെ തിന്നലി. ഏത് വലിയൊരു മുതലാളിൻ്റെ മൂപ്പരൊരു ചെമ്പിലാ തിന്നലി, ഞാൻ എന്നാൽ 2 ചെമ്പ് തിന്നാണ്. അതിപ്പോൾ തിന്നണമെന്ന് വിചാരിച്ചാൽ ഒരാൾക്ക് ഉണ്ടല്ലോ, നമ്മളത്ര തിന്നാറില്ല. കാരണം മുഅ്മിൻ അത്ര തിന്നാൻ പാടില്ല. അല്ലാതെ ഭൂമി വാങ്ങി കൂട്ടിയതൊന്നും നോക്കിയിട്ട് നിങ്ങൾ എന്താക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ് തിന്നതും ഉടുത്തതും ഉള്ളൂ എൻ്റേത്. അപ്പോൾ നമുക്ക് ലഭ്യമായത് ഏറ്റവും നല്ലത് തന്നെ, വേറൊരാൾക്ക് കൊടുത്തു വേറൊന്നും നല്ലത് തന്നെ. പക്ഷേ നമ്മളുടേത് വേറെ ഒരാളുമായി തുലനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നമ്മളുടെ ഗുണഗണങ്ങളെ നശിപ്പിച്ച് കളയരുത്. ആത്മഹത്യ ചെയ്യുന്നവൻ 6 ശമ്പളം വാങ്ങുന്നവൻ പോലും ആത്മഹത്യ ചെയ്യാറുണ്ട്. ബുദ്ധിയുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക. ശരീരത്തെ ആരോഗ്യം സംരക്ഷിക്കുക എന്നല്ലേ, ബുദ്ധിയുടെ ആരോഗ്യത്തെ. മയക്കുമരുന്ന് പോലെയുള്ളത് നമ്മൾക്ക് ഏതൊരു നിമിഷത്തിലും നമ്മൾ അതിൻ്റെ ആളാകാൻ പാടില്ല. ഒരു മുഅ്മിനായ ഒരാൾ ആത്മഹത്യ ചെയ്തത് എങ്ങനെയായിരുന്നു അറിയോ? ഉറക്ക ഗുളിക കുടിച്ചിട്ട്. അയാൾ എഴുതി വെച്ചു, ഞാൻ മാരകമായ വിഷം കുടിക്കട്ടെ എന്ന് വിചാരിച്ചു, പക്ഷേ അത് നമുക്ക് ഹറാമായതുകൊണ്ട് ഞാനത് കഴിച്ചില്ല, ഞാൻ ഉറക്ക ഗുളിക കുടിക്കുകയാണ് എന്ന്. നോക്കൂ നിങ്ങൾ, അത് സംഭവിച്ചു. എന്തോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തോ മറ്റോ ഉള്ള തകർച്ചയായിരിക്കാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് നമ്മളുടെ ബുദ്ധിയെ നല്ല നിലക്ക് കൊണ്ടുപോകണം. അതിന് ആ പണ്ഡിതൻ പറയുന്നതുണ്ട്, ഉണരുന്നത് വരെ ഉറങ്ങുക എന്നുള്ള സ്വഭാവം മുസ്ലിങ്ങൾ മാറ്റണം എന്നാണ്. എപ്പോഴാണ് ഈ ഉണരലെന്ന് ചോദിച്ചാൽ, ഞാൻ ഉണരുമ്പോൾ ഉണരും. അത് പോരാ, നീ ഉറങ്ങുന്നത് ഉണർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. അതാ മുഅ്മിനെ പഠിപ്പിച്ച് ബുദ്ധി നന്നാകാൻ 5 മണിക്ക് എഴുന്നേക്കാം, 4:50 എഴുന്നേക്കാം അല്ലേ. 7 മണി വരെ ഉറങ്ങിയിട്ട് ബുദ്ധി കൂടുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തായിരിക്കുമ്പോൾ ഏറ്റവും തോനെ ബുദ്ധി കൊണ്ട് മികവിലെത്തുന്നത് കുറയന്നെ ചെയ്യുക. കാരണം എന്താ അറിയോ, ഉണരുന്നത് വരെ ഉറങ്ങല്ല, ഉണരുന്നത് എപ്പോഴാണെന്ന് തീരുമാനിച്ച് ഉണർവിന് വേണ്ടി ഉറങ്ങണം. പണ്ഡിതൻ്റെ വാക്കുകൾ ഞാൻ എല്ലാം പറയാൻ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കണം. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഹംറും മൈസിറും അതേപോലെയുള്ള മയക്കമുണ്ടാക്കുന്ന എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ഒന്നും അമിതത്വമാകാൻ പാടില്ല. ബുദ്ധിക്ക് എപ്പോഴും ആരോഗ്യം കിട്ടുന്ന എന്താ അറിയോ നിങ്ങൾ? ബുദ്ധിക്ക് എപ്പോഴും ആരോഗ്യം കിട്ടുക, എപ്പോഴും ആരോഗ്യം കിട്ടുന്ന അറിയോ? വായനയാണ്. നമ്മളെയൊക്കെ വീട്ടിൽ മുമ്പൊക്കെ വാർത്ത കേൾക്കാൻ ഒരു 300 റുപ്യേൻ്റെ റേഡിയോനെ ഉണ്ടായിന്. 300 റുപ്യേൻ്റെ റേഡിയോ. ആ റേഡിയോ കൊണ്ടു കിടക്കണ വല്യപ്പാക്ക് ഇപ്പോഴും ഈമാന്യ ഇഖ്ലാസിന് ഒന്നും ഒരു കോട്ടവും തട്ടിയില്ല. മൂപ്പർക്ക് നേരവും പോകണില്ല. മൂപ്പർക്ക് ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങാനും പറ്റുന്നുണ്ട്, ഉണരേണ്ട നേരത്ത് മൂപ്പർക്ക് വാർത്തയൊക്കെ ഉണ്ട്.
നമ്മളെ മാതിരി തന്നെയുള്ള കുറച്ച് ആൾക്കാരാണ് ചാനലിലുള്ളത്. ഓൽക്ക് എപ്പോഴാണ് വൈകുന്നേരം എന്നറിയില്ല, എപ്പോഴാണ് നേരം വെളുക്കലെന്ന് അറിയില്ല. അങ്ങനെയുള്ളവരൊപ്പം നമ്മളങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ലാ തുമ്പ വലാ വാല, ഒരു തുമ്പും ഇല്ല ഒരു വാലും ഇല്ല എന്ന് പറഞ്ഞ പോലെയായി. ഞാനത് പറയുന്നത് ഒരു ഉപ്പയുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. കാരണം അങ്ങനെയല്ല, സമയബന്ധിതമായി ബുദ്ധിക്ക് കൊടുക്കേണ്ട മരുന്ന് ഡോക്ടർ കുറിച്ചിട്ടുള്ള ഗുളിക ശരീരത്തിന് കൊടുക്കുന്നത് പോലെ ആരായിരുന്നാലും രാവിലെ ഓതിക്കൊണ്ട് ബുദ്ധിയെ ഉണർത്താൻ കഴിയണം. അവസാനിക്കുമ്പോൾ വുളു ചെയ്ത് ദിക്റ് ചൊല്ലി കിടന്നുറങ്ങുന്നുവെങ്കിൽ ആ ബുദ്ധിയിൽ നിന്ന് നല്ലതേ ഉദിക്കൂ, ആ ബുദ്ധി കൊണ്ട് നല്ലതേ ചിന്തിക്കൂ. അപ്പോൾ വിശ്വാസി ഏറ്റവും ശ്രേഷ്ഠ ഗുണങ്ങൾ സൗഭാഗ്യത്തിൻ്റെ രംഗത്ത് ആയിക്കൂടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു 15 മിനിറ്റ് കൂടുതലെടുത്തു എന്ന് തോന്നുന്നു. സാരമില്ല, നിങ്ങളത് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ വിഷയം എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഖുത്ബയിൽ തന്നെ ഒരാഴ്ച ഇതാക്കി മാറ്റി. കാരണം എന്നാൽ ഒരു പരിചയം കൂടി കിട്ടാൻ വേണ്ടി. അതാണ് ഇങ്ങനൊരു വിഷയം ശ്രേഷ്ഠ ഗുണങ്ങൾ എന്നുള്ളത് തിരഞ്ഞെടുത്തതും അത് നമ്മുടെ ചിന്തക്ക് നൽകിയതും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്നവരുടെ രോഗം അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മളുടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. നമ്മളുടെ ഗുരുനാഥന്മാരുടെ രോഗം അള്ളാഹു പ്രത്യേകം ശിഫയാക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യമു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.